1947 ചാവുകടലിൻ്റെ പടിഞ്ഞാറേ തീരത്തുകൂടി മുഹമ്മദ് അൽ ദിബ് എന്നു പേരായ ഒരാട്ടിടയ ബാലൻ ആടുകളെ മേയ്ച്ചു പോവുകയാണ്. മുഹമ്മദ് അൽ ദിബ് ഒരു ബെഡൂവിയൻ ആട്ടിടയനാണ്. ബെതുക്കൽ അത് കേട്ടിട്ടുണ്ടല്ലോ. അപരിഷ്കൃതരായ കാട്ടറബികളെന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു ഗോത്ര വംശജരാണവർ. ഇന്നും അവരുണ്ട്. വിദ്യാഭ്യാസത്തിനോ മറ്റോ വേണ്ടത്ര പരിഗണന കൊടുക്കാതെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ഒരു പ്രാകൃത സംസ്കൃതിയുടെ ആളുകളാണ് ഈ മനുഷ്യർ. ഈ ചാവുകടലിൻ്റെ പടിഞ്ഞാറ് തീരത്തിൻ്റെ പേരാണ് ഏൻ ഗതി എന്ന് പറയുക. നമ്മൾ അവസാനം വായിച്ച വാക്യതാണ്. ചാവുകടലിൻ്റെ കിഴക്കേ തീരമാണ് ഏൻ എഗ്ലയും എന്ന് പറയുക. അങ്ങനെ ഏൻ എഗ്ലയും ഏൻ ഗതി എന്ന ഈ രണ്ട് സ്ഥലങ്ങൾ ബൈബിളിലും രേഖപ്പെടുത്തിയതുകൊണ്ട് 47 കാലയളവിൽ അതിലെ നടന്നുപോയ ഒരു ബാലനെക്കുറിച്ച് പറയുന്നതിൽ ഒരു സാങ്കത്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതെന്ത് എന്ന് ഈ വിശദീകരണം പറഞ്ഞു തീരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ആദ്യം തന്നെ പറയട്ടെ, ഈ പറയുന്ന ചെറുപ്പക്കാരൻ അയാളുടെ ഒരാട് നഷ്ടമായി. ആ നഷ്ടപ്പെട്ടു പോയ ആടിനെ തിരഞ്ഞ് അതുവഴി നടക്കുമ്പോൾ ഇതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ ചുണ്ണാമ്പ് പാറകളാണ് ധാരാളം. ഇന്ന് ആ സ്ഥലത്തിൻ്റെ പേര് കുംറാൻ എന്നാണ്. ഏതാണ്ട് 11-ലധികം ഗുഹകൾ അടുത്തടുത്തടുത്തുള്ള ഒരു ഭൂപ്രദേശം. ഇതുവഴി ആളുകൾ അങ്ങനെ സഞ്ചരിക്കുന്ന പതിവില്ല. കാരണം വരണ്ട ഉണങ്ങിയ മരുഭൂമി, അപ്പുറത്ത് ചാവുകടൽ. അതുകൊണ്ട് ഒരു വേള ഞാൻ ഈ ചാവുകടലിനെ കുറിച്ച് കൂടി എന്ന് പറയാനുണ്ട്. ഈ മണൽപ്പരപ്പിലിരുന്ന് നമ്മളിത് കേൾക്കുമ്പോൾ ചാവുകടലുമായി ഒട്ടേറെ സാമ്യം ഇതിനുണ്ട്. കാരണം നിള ചരിത്രപ്രസിദ്ധമാണല്ലോ. ഏറ്റവും ദൈർഘ്യമേറിയ നദിയായി ഒരു കാലത്ത് നമ്മൾ പഠിച്ച ഈ നദിയൊക്കെ വരണ്ടുണങ്ങി. വെള്ളം തീരെ കുറവ്. സമയാസമയങ്ങളിൽ അതിനെക്കുറിച്ചുള്ള ആശങ്ക പ്രകൃതി ശാസ്ത്രജ്ഞന്മാരുമൊക്കെ പങ്കുവയ്ക്കുന്നു. മണൽ വാരുന്നതാണ് പ്രശ്നമെന്നും മണൽ വാരാതിരുന്നതാണ് പ്രശ്നമെന്നും മണൽ വാരുമ്പോൾ അത് പ്രകൃതിക്ക് ദോഷം വരും എന്ന് കണ്ടുപിടിച്ചിട്ട് മണലിന് പകരം പാറ പൊട്ടിച്ച് മണലുണ്ടാക്കുന്ന ബുദ്ധിജീവികളുള്ളൊരു സ്ഥലമാണ് നമ്മുടെ നാട്. മനസ്സിലായില്ല? വലിയ ബ്ലാസ്റ്റ് ചെയ്ത് പാറ പൊട്ടിച്ച് ഈ മണൽ ഉണ്ടാക്കുന്നു. അപ്പോൾ പ്രകൃതിക്ക് പ്രശ്നമില്ല. ഇത് പ്രകൃതിക്ക് ദോഷം ചെയ്യുമെന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇനി എന്തോലും ആയിക്കട്ടെ. ഇതുപോലെ ഈ ചാവുകടലിന് ഒരു പ്രശ്നമുണ്ട്. വളരെ പഠിക്കേണ്ട സ്ഥലമാണ്. ഈ ചാവുകടൽ എന്ന് കേട്ടാൽ മനസ്സിലാക്കേണ്ടത് ലോകത്തിലെ സകല ജലാശയങ്ങളും ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ മഹാസമുദ്രത്തോട് ചേർന്ന് കിടക്കും. ആ വെള്ളം മഹാസമുദ്രത്തിൽ ചെന്ന് ലയിക്കണം. ചാവുകടലിന് മാത്രം ഒരു പ്രശ്നമുണ്ട്. ആ വെള്ളം കടലിൽ ചേരില്ല. കാരണം സമുദ്രനിരപ്പിൽ നിന്ന് 1000 അടി താഴെയുള്ള ഭൂപ്രദേശമാണ് ചാവുകടൽ. 1000-ൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. 1000 അടി താഴെ കിടക്കുന്ന ഈ ഭൂപ്രദേശത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഭൂമിയിൽ മനുഷ്യ സാന്നിധ്യമുള്ളതും കടലിനേക്കാൾ ഏറ്റവും താണു കിടക്കുന്നതുമായ സ്ഥലമാണ് ചാവുകടൽ. ഈ ചാവുകടലിൻ്റെ ജലസ്രോതസ് എന്ന് പറയുന്നത് യോർദാൻ എന്നറിയപ്പെടുന്നൊരു നദിയാണ്. ആ നദി ഉത്ഭവിച്ചു വരുന്നത് ഗലീലിയ എന്നറിയപ്പെടുന്ന മറ്റൊരു തടാകത്തിൽ നിന്നാണ്. ബൈബിളിൻ്റെ പുതിയ നിയമത്തിൽ ഗലീലിയെക്കുറിച്ചുള്ള പരാമർശങ്ങളിൽ ഗലീലിയ കടൽ എന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ കൂട്ടുകാരൊക്കെ പാട്ട് പാടുമ്പോൾ ഗലീലിയ കടൽ തീരം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. വാസ്തവത്തിൽ ഗലീലിയ ഒരു കടലല്ല, അതൊരു ജലാശയമാണ്. ഓവൽ ഷേപ്പുള്ള ദീർഘവൃത്താകൃതിയുള്ള ഒരു പാനപാത്ര സമാനമായി മലനിരയുടെ മുകളിൽ രൂപപ്പെട്ട് കിടക്കുന്ന ഒരു തടാകം. ആ തടാകത്തിലേക്ക് ഹെർമോന്യമലയുടെ മഞ്ഞ് ഉരുകി രൂപപ്പെട്ടു വരുന്ന നേരിയ നീരൊഴുക്കുകൾ സംഭരിക്കപ്പെട്ട് അതൊരു ഓവ് ചാൽ പോലെ അവസാന ഭാഗത്തു കൂടി ഒഴുകി നേരെ താഴേക്ക് വരുന്നു.
ഈ ഓവുചാൽ പോലെ ഇടുങ്ങിയ ഇടത്തുകൂടി ഒഴുകിപ്പോകുന്ന ഈ ജലാശയത്തിൻ്റെ ഈ വെള്ളത്തിൻ്റെ പേരാണ് വാസ്തവത്തിൽ യോർദാൻ. ഈ വെള്ളത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ ഗലീലിയ കടലിലെ വെള്ളം മിഡിൽ ഈസ്റ്റിലെ ഒരേ ഒരു ശുദ്ധജല തടാകമാണ്. വളരെ മനോഹരമാണ് ആ വെള്ളം. ആ കാലാവസ്ഥയും വളരെ രസകരമാണ്. ആ വെള്ളത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ജൂത സംസ്കാരത്തിൻ്റെ ആധുനികത ഒന്ന് പരാമർശിക്കാതെ വയ്യ. കാരണം മിഡിൽ ഈസ്റ്റിലെ ജനങ്ങൾ, വിശേഷിച്ച് ഇസ്രയേൽ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശത്തെ ജനങ്ങൾക്കുള്ള ഏറ്റവും സമൃദ്ധമായ ജലസ്രോതസ്സാണത്. അവർ ധാരാളം ആ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്നു, സംസ്കരിച്ച് ആ വെള്ളം കൃഷിക്ക് ഉപയോഗിക്കുന്നു. അമിതമായ ആ ഉപയോഗം നിമിത്തം ഈ കടൽ വറ്റും എന്ന്, അല്ലെങ്കിൽ ഈ ജലസ്രോതസ് വറ്റുമെന്ന് ലോകാരോഗ്യ സംഘടന നിരീക്ഷിച്ചു. അത് പഠിക്കാൻ വേണ്ടി അടുത്തടുത്ത് കിടന്ന 3 രാജ്യങ്ങളിലെ സയൻറ്റിസ്റ്റുകൾ അവിടേക്ക് അയച്ചു. വർഷങ്ങൾക്കപ്പുറത്ത് ഏതാണ്ട് 96 ആകുമ്പോഴേക്കും ആ കടൽ വറ്റി വരണ്ട് തീരും. അതാണ് നിരീക്ഷിച്ചത്. കടൽ എന്ന് പറയുന്നത് സാങ്കേതിക അർത്ഥത്തിലാണ്, അതൊരു തടാകമാണ്. 96 ആകുമ്പോഴേക്കും അത് വറ്റി വരളുമെന്ന് മാത്രമല്ല, ആ നാട്ടിൽ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവായി കുടിവെള്ളം മാറും, കുടിവെള്ളത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നൊക്കെ നിരീക്ഷണം വന്നു. ഈജിപ്റ്റ്, സിറിയ, യോർദാൻ എന്നറിയപ്പെടുന്നൊരു രാജ്യമുണ്ടല്ലോ, ഈ രാജ്യങ്ങളിലെ സയൻറ്റിസ്റ്റുകൾ 3 ആളുകളും സംഘാംഗങ്ങളും ഈ സ്ഥലമൊക്കെ പഠിച്ച് ഈ നിരീക്ഷണ റിപ്പോർട്ട് കൊണ്ടുവന്നു. 95-96 വറ്റി വരളും. ഇത്തരമൊരു വാർത്ത പരന്നപ്പോൾ ആശങ്കപ്പെട്ട ഇസ്രയേൽ അതേക്കുറിച്ച് ഭയപ്പെട്ടില്ല. അവർ അടുത്തതായി ചെയ്തത് മെഡിറ്ററേനിയൻ കടലിലെ വെള്ളം പമ്പ് ചെയ്ത് ഹെർമോന്യമലയുടെ മുകളിൽ കയറ്റി അതിലെ ഉപ്പും ഇതര മിനറൽസുമൊക്കെ വേർതിരിച്ചെടുത്തു മാറ്റി ലോകത്തിലെ തന്നെ ഏറ്റവും ക്വാളിറ്റിയുള്ള ഉപ്പുണ്ടാക്കി വിപണിയിലെത്തിച്ചു. അവശേഷിച്ച വെള്ളം ഗലീലക്കടലിലേക്ക് ഒഴുക്കി ആ ഗലീലിയ തടാകത്തിൻ്റെ ആ ക്യാച്ച്മെൻ്റ് ഏരിയ, അതിൻ്റെ വൃഷ്ടിപ്രദേശം ഉയർത്തി. എന്തു സംഭവിച്ചു എന്നുകൂടി കേൾക്കുക. 96 ഇത് വറ്റി വരളും എന്ന് ശാസ്ത്രീയമായി നിരീക്ഷിച്ച് 3 രാജ്യങ്ങളിലേക്ക് ഈ രാജ്യം കുപ്പിവെള്ളം വിറ്റ് ഉപജീവനം നടത്തത്തക്ക വിധത്തിലേക്ക്, സമ്പത്തുണ്ടാക്കുന്ന വിധത്തിലേക്ക് അവരിന്ന് വളർന്നു. അവരുടെ ഗവൺമെൻറ് ഇറക്കുന്ന വെള്ളത്തിൻ്റെ കുപ്പിവെള്ളത്തിൻ്റെ പേര് തന്നെ ഏൻ ഗതി എന്നാണ്, ബോട്ടിലിൻ്റെ പേര്. നമ്മൾ വിൽസേരി വാട്ടർ എന്നൊക്കെ പറയുന്ന പോലെ ഏൻ ഗതി എന്ന വെള്ളം അവിടെ കിട്ടും. അപ്പം നിങ്ങൾക്ക് ഗലീലിയക്കടൽ മനസ്സിലായി, ഏറ്റവും മനോഹരമായ ശുദ്ധജല തടാകം. കർത്താവ് ഒരിക്കൽ 153 വലിയ മത്സ്യങ്ങളെ ശേഖരിച്ച് കൊടുത്തൊരു സന്ദർഭമുണ്ടല്ലോ, അതേക്കുറിച്ചുള്ള നിരീക്ഷണം. ഈ 153 മത്സ്യങ്ങളും 153 വ്യത്യസ്ത സ്പീഷീസിൽ വ്യത്യസ്ത രീതിയിലുള്ളവയായിരുന്നു എന്നാണ്. അതെന്തുമാകട്ടെ, ഇന്നും നിങ്ങൾ ഇസ്രയേൽ സന്ദർശിച്ചാൽ പീറ്റർ ഫിഷ് എന്നറിയപ്പെടുന്നൊരു മത്സ്യം കിട്ടും. നമ്മുടെ നാട്ടിലെ കരിമീനിനെ, അതല്ലെങ്കിൽ സിലോപ്പിയ മത്സ്യത്തെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു വലിയ മത്സ്യം. ഇത്തരമൊരു മത്സ്യത്തിൻ്റെ ഉദരത്തിൽ നിന്നാണ് ചൂണ്ടയിട്ട് പത്രോസ് ഒരു മത്സ്യം പിടിക്കുകയും അതിൻ്റെ ഉള്ളിൽ 2 ദറംസ്, ചതുർദ്രഹ്മ പണം അതിൻ്റെ ഉദരത്തിൽ നിന്ന് കിട്ടിയെന്നും അത് കൊടുത്ത് നികുതി അടച്ചെന്നുമുള്ള പരാമർശം നമുക്കറിയാം. 10,000-കണക്കിന് ടൂറിസ്റ്റുകൾ ആ രാജ്യത്ത് സന്ദർശിച്ചിട്ടും ഓരോരുത്തർക്കും സമൃദ്ധിയായി കൊടുക്കത്തക്ക വിധം ഏകദേശം 3.5 മൈൽ വീതിയുള്ള 14 മൈൽ നീളമുള്ള ഈ ചെറിയ ജലാശയത്തിൽ നിന്ന് ഇന്നും കിട്ടുന്നു. ചുരുക്കത്തിൽ നല്ല ജലം, ശുദ്ധജലം, കാണാൻ നല്ല ഭംഗിയാണ്. ഇതിനകത്ത് ധാരാളം മത്സ്യസമ്പത്ത്. പ്രശ്നം മറ്റൊന്നാ, ഈ നല്ല ജലം ഒഴുകി 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 ചേരുന്നത് എവിടെയാ? അങ്ങകല ചാവുകടലിൽ. ഈ ശുദ്ധജലത്തെ ഇങ്ങനെ കൊണ്ട് ചാവുകടലിൽ ഒഴിക്കുമ്പോൾ അവിടെ മത്സ്യമെന്നല്ല, അവിടെ യാതൊരു ജീവജാലങ്ങൾക്കും വളരാനാവില്ല. ജീവനുള്ള ഒന്നിനെയും ചാവുകടൽ സ്വീകരിക്കുന്നില്ല. ജീവനുള്ളൊരു വസ്തുവും അതിനുള്ളിലില്ല. ഒരു പ്രാണി പോലും ഇല്ലാത്ത ജലാശയമാണത്. അതിനുള്ളിലേക്ക് ജീവനുള്ളൊരു മത്സ്യം ഈ യോർദാൻ വഴി വന്നു ചാടിയാൽ നിമിഷങ്ങൾക്കുള്ളിൽ സംഭവിക്കുന്നത്, ഈ വെള്ളം തിരകടിച്ച് ഈ മത്സ്യത്തെ പുറത്തെടുത്തടിക്കും. അത് പുറത്തു കിടക്കും, 1-2 വട്ടം ചാടും, എന്നിട്ട് അതിന്റെ പ്രാണൻ നശിക്കും. ഇനി കേൾക്കണ്ടേ, ഇങ്ങനെ കരക്കടിഞ്ഞ മത്സ്യത്തിന്റെ ആ മാംസളമായ ഭാഗമൊന്നും ഭക്ഷിക്കാൻ, ആ മത്സ്യത്തെ തിന്നാൻ ഉറുമ്പുകൾ അടുത്ത് വരില്ല, കാക്കകൾ പറന്നു വരില്ല, ഒരു പക്ഷിയും വരില്ല. അവിടെ കിടന്ന് കിടന്ന് കാലമെടുത്തു മാത്രം ജീർണിക്കും. എന്താണ് കാരണം? ഈ ചാവുകടലിലെ വെള്ളത്തിന്റെ
ഉള്ളിലെ ഉപ്പുരസത്തിൻ്റെ കാഠിന്യം അത്ര വലുതാണ്. അവിടെ നമുക്ക് സുഖകരമല്ലാത്ത ഒട്ടേറെ ആ ഘടകങ്ങൾ ഈ മത്സ്യത്തിലേക്ക് ലയിക്കും. ഒന്നിനും കൊള്ളാത്ത ഒരു ജലം. ഇനി എന്തെങ്കിലും ആ ജലം കൊണ്ട് ഉപയോഗമുണ്ടോ? ഉപയോഗമുള്ളത് ലോകത്തെ ഭസ്മീകരിക്കാൻ നാളെ കരുതി വച്ചിരിക്കുന്ന ഗുരുതരമായ രാസായുധങ്ങളുണ്ട്. ആ ആയുധങ്ങൾ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതിനകത്തെ വെള്ളം വിഘടിപ്പിച്ച് പലതരത്തിൽ പ്രയോജനപ്പെടുത്താമെന്ന് കണ്ടെത്തുകയും ഈ വെള്ളത്തിന്റെ ഉടമസ്ഥാവകാശത്തിന് വേണ്ടി ഇന്ന് യുദ്ധം നിർണയിക്കുന്ന ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നതുമായ ഒട്ടേറെ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ അതിൻ്റെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ പരാമർശിക്കാതെ വിടുന്നു. ചുരുക്കത്തിൽ ഈ വെള്ളം ജീവനുള്ള ഒന്നിനെയും ഉൾക്കൊള്ളുന്നില്ല. ഇതിനുള്ളിൽ ജീവനുള്ള ഒരു വസ്തുവുമില്ല. ഇതിനുള്ളിൽ ജീവജാലങ്ങളെ സ്വീകരിക്കുന്ന ഒരു പ്രവണതയുമില്ല. ആ വെള്ളത്തിന്റെ കരയിൽ ചിലതരം ചെടികൾ നിൽപ്പുണ്ട്. ആ ചെടികളിൽ ഒരുതരം കായയുണ്ട്. ആകർഷണീയമായി തോന്നുന്ന ആ കായകളിൽ ഒന്ന് പറിച്ച് നിങ്ങളതൊന്ന് പൊളിച്ചു മാറ്റാൻ അതിൻ്റെ ആ കായ കയ്യിലേക്കെടുത്താൽ സംഭവിക്കുന്നത് അതിനുള്ളിൽ ഒന്നുമില്ല. അതിനുള്ളിൽ നിന്ന് ചന്ദനത്തിരിയിൽ നിന്ന് പുറപ്പെടുന്ന പുക പോലെ എന്തോ ഒരാവി പുറത്തേക്ക് പോയിട്ട് വെറും തോടവശേഷിക്കും. കാക്ക പോലും പറന്ന് അവിടേക്ക് വരാറില്ല. മത്സ്യങ്ങൾ അതിനകത്തില്ല. അതിനകത്ത് തവളകളില്ല, ജലജീവികളൊന്നുമില്ല. ഈ സ്ഥലം നോക്കി പ്രവാചകൻ പ്രവചിക്കുകയാണ്, ഇതിന്റെ തീരത്ത് ഒരു ദിവസം വലിയ മീൻപിടുത്തം നടക്കും. ഇതിനകത്ത് ഏൻഗതി മുതൽ ഏനഗ്ലയും വരെ നിന്നുകൊണ്ട് മീൻപിടിക്കാർ വല വീശുമെന്ന് കാലങ്ങൾക്കപ്പുറത്ത് പ്രവാചകൻ പ്രവചിച്ചപ്പോൾ ഇന്ന് ഈ ഭാരതപ്പുഴയുടെ തീരത്തിരിക്കുന്ന ദൈവമക്കളിൽ ചിലരും വിശ്വസിക്കുന്നു അതൊരു യാഥാർത്ഥ്യം. എന്തെന്നാൽ ഈ ബൈബിൾ കാലത്തോട് സംവാദിച്ചതൊന്നും നടക്കാതിരുന്നിട്ടില്ല. ഇത് പ്രവചിച്ചതും നിരീക്ഷിച്ചതുമൊന്നും നടക്കാതിരുന്നിട്ടില്ല. ഈ പുസ്തകവും അതിൽ അന്തർലീനമായിരിക്കുന്ന പ്രവാചക ശബ്ദങ്ങളും വളരെ ഉച്ചൈസ്തരം ഉലകത്തോട് ഘോഷിച്ച സന്ദേശം എന്താ? ഈ പുസ്തകം പറഞ്ഞതെന്തോ ഇത് പ്രവചിച്ചതെന്തോ അത് കൃത്യമായി നിറവേറിയെങ്കിൽ കഴിഞ്ഞ 27 വർഷങ്ങൾ ഞങ്ങൾ ഈ നാടിനോടും പ്രസംഗിച്ചു കൊണ്ടിരുന്ന ആ സുവിശേഷത്തിന്റെ മാഹാത്മ്യം, അതിന്റെ സന്ദേശം നിറവേറപ്പെടുന്ന പ്രവചനങ്ങളുടെ സമാഹാരത്തിൽ അധിഷ്ഠിതമെങ്കിൽ ആ പ്രവചനങ്ങളുടെ കാരണഭൂതനായ നസ്രായനായ യേശുവിനെയും അവിടുത്തെ സുവിശേഷത്തെ ഉയർത്തിക്കൊണ്ട് ഈ ആമുഖ രാത്രിയിൽ ഈ സുവിശേഷത്തിന്റെ ഉള്ളടക്കം ഞങ്ങൾ ഇങ്ങനെ ഘോഷിക്കട്ടെ. മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുക്രിസ്തുവിന്റെ നാമം. എത്ര സന്തോഷമാണ് നാം ഒരുമിച്ച് യേശുവിനെ ഉയർത്തുക. ജീവൽ പ്രശ്നങ്ങളുടെ നടുവിൽ ഉയർത്തുവാൻ കൊള്ളാവുന്ന ഉജ്ജ്വല നാമം യേശുവിന്റെ നാമമാണ്. ആ മഹത്തര നാമം ഉയർത്തപ്പെടുന്ന ഇടത്ത് അന്തരീക്ഷ മണ്ഡലത്തിൽ ഇരുട്ടിന്റെ ശക്തികൾക്ക് വ്യവഹരിക്കാൻ കഴിയുകയില്ല. ആ നാമം ഉയർത്തുന്ന ഇടത്ത് മാരക രോഗങ്ങളുടെ അണുക്കൾക്ക് ഇരിക്കുവാൻ കഴിയുകയില്ല. ആ നാമത്തെ ഉയർത്തുന്ന ഇടത്ത് അന്ധകാര ശക്തികൾക്ക് മാത്രമല്ല, ജീവിതത്തിൽ ഏതെല്ലാം വ്യതകളിൽ കൂടി കടന്നു പോകുന്നോ അതിനെയൊക്കെ എന്നേക്കും റദ്ദ് ചെയ്യാൻ കഴിയുന്ന ഒരൊറ്റ ഔഷധം നസ്രയനായ യേശുവിന്റെ രക്തമാണ്. അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവന്റെ രക്തത്തിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ആ വീണ്ടെടുപ്പ് കരഗതമാക്കാതെ ഒരാളെങ്കിലും ഈ രാത്രി വചനം കേൾക്കുന്നെങ്കിൽ ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ഈ മഹത്തര രക്ഷയെ പരിഗണിക്കാതെ ആരും ഇവിടം വിട്ട് കടന്നു പോകരുത്. ഏവരും അനുഗ്രഹിക്കപ്പെടുന്ന രാത്രി. ഹല്ലേലൂയ. ഇതൊക്കെയാണെങ്കിൽ നമ്മൾ ആ പയ്യനെ വഴിയിൽ നിർത്തിയിരിക്കുകയാണ്. മുഹമ്മദ് അൽ ദിബിൻ അല്ലേ? ഞാനത് മറന്നല്ല. മുഹമ്മദ് അൽ ദിബിനെ നിങ്ങളും മറക്കണ്ട. ആ പദത്തിൻ്റെ അർത്ഥം തന്നെ ചെന്നായ എന്നാണ്. മുഹമ്മദ് ദ വൂൾഫ്, ദിബ് അതിൻ്റെ അർത്ഥം അങ്ങനെയാണ്. അങ്ങനെയൊക്കെയാണ് അവിടുത്തെ ആളുകളുടെ പേര്. ആളൊരു പാവം പയ്യനാണ്. ഇവൻ്റെ ഒരു ആടിനെ കാണാതെ പോയതാ. അവനത് വഴിയെല്ലാം നടന്നു. ഒരു കല്ലെടുത്ത് ഈ ഗുഹയ്ക്കുള്ളിലേക്ക് എറിഞ്ഞു. ആടതിലുണ്ടാകും, ഉണ്ടെങ്കിൽ അതിൻ്റെ ശബ്ദം വല്ലതും കേൾക്കാമല്ലോ എന്നോർത്ത് എറിഞ്ഞാണ്. നമുക്കും ഈ ശബ്ദം വലിയ ഇഷ്ടമുള്ള ആളുകളാണല്ലോ അല്ലേ? ഞാൻ നിങ്ങളെക്കൊണ്ട് ഈ ഹല്ലേലൂയയൊക്കെ പറയിപ്പിക്കാത്തപ്പോൾ നിങ്ങൾക്കൊരാശങ്ക. ഹല്ലേലൂയ പറയുന്നതിന് തടസ്സമൊന്നുമില്ല, പക്ഷെ അത് എൻ്റെ ചെലവിൽ വേണ്ട. അതാണ് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കണമെന്നുണ്ട്, അതിന് തടസ്സമില്ല. പാട്ടൊക്കെ നല്ലതാണ്. എല്ലാ പാട്ടും ഞാൻ ആസ്വദിക്കുന്ന ഒരാളാണ്. എൻ്റെ കൂടെ ഒരു ദൈവാസം വന്നിട്ടുണ്ട്, പാസ്റ്റർ ബോബി. നല്ല പാട്ടൊക്കെ എഴുതുന്ന ആളാണ്. നമ്മുടെ ഡെന്നി പാസ്റ്ററാണ് ആ പാട്ടൊക്കെ കമ്പോസ് ചെയ്യും. നമ്മുടെ ഗിറ്റാർ വായിക്കുന്ന പാർട്ടി അത് ട്യൂൺ ചെയ്തൊക്കെ നല്ല പാട്ടാണ്. ചില പാട്ടുകളൊക്കെ ഇവർ പാടുമ്പോൾ എന്നോട് ചോദിക്കും, ഇതൊന്നും ഇഷ്ടമില്ലേ? ചില പാട്ട് നമുക്കൊന്നും പിടികിട്ടൂല. എന്താ ഇതിലേക്കാണ് പോകുന്നതെന്നൊരു പിടികിട്ടില്ല. നമുക്കതിൻ്റെ ഒരു കാര്യവും കാരണമൊന്നും അറിയില്ല. ഞാനാണ് അത്യാവശ്യം ഈ കവിതയും സാഹിത്യവും ഒക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട്
അങ്ങനെയുള്ള ചില പരിമിതിയുണ്ട്. പാട്ട് പാടുന്ന ചില കുഞ്ഞുങ്ങളിടയ്ക്ക് ഈ ഒരു പാട്ടുകൂടെ പാടാനുള്ള സമയത്ത് നമ്മളോട് പറയും നമുക്ക് സ്തുതിച്ച് ഒച്ചത്തി ശബ്ദം ഉണ്ടാക്കണം എന്നൊക്കെ പറയും. ശബ്ദമൊക്കെ നല്ലതാണ്. അതിനൊരു പരപ്രേരണയല്ല വേണ്ടത്, ആത്മപ്രേരണ. അത് വേണ്ടേ? അത് വേണമെന്നില്ല. അതിനകത്തൊരു ആനന്ദമില്ല. നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്ന സ്തുതിയാണ് ദൈവത്തിന് കൊടുക്കണ്ടേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശ്രദ്ധയോടെ ഏകാഗ്രതയോടെ കേട്ടിരിക്കണം. നമുക്ക് ആ പയ്യനെ വിടാൻ പാടില്ല. അവൻ കല്ലെടുത്തെറിഞ്ഞു, അവിടെ ഒരു ശബ്ദമില്ല. ഇവിടൊക്കെ ഇയാൾ ഇതിലൊരു ഗുഹയിൽ കയറി ഒരു കാഴ്ച കണ്ട് അമ്പരന്നു. ഒരു 8 അടി പൊക്കമുള്ള എന്ന് കേട്ടപ്പോഴേ പാമ്പാണെന്ന ഓർമ്മ. അല്ലല്ലല്ല, ഇപ്പോഴാണ് ഈ പാമ്പെന്നൊന്നും പറയരുത്. ആ പാമ്പിനെ ഒരാൾ വിളിക്കുന്ന അതിഥി എന്നാണ്. എന്തൊരു കാലമാണ് ചങ്ങാതി. അടുത്തകാലത്ത് പണ്ടൊക്കെ നമ്മൾ കേൾക്കുന്നൊരു അതിഥി ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കും വലിയ സന്തോഷമാണ്. നമുക്ക് അല്പം നല്ല ഭക്ഷണമൊക്കെ കഴിക്കാമല്ലോ എന്ന്. പണ്ടത്തെയൊക്കെ കാലത്ത് നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചിന്തിക്കും. ഇന്നിപ്പോൾ ഒരു അതിഥി ഉണ്ടെന്ന് പറഞ്ഞാൽ വീട്ടിൽ അണലി കയറിയിരിക്കുക എന്നാ. കാലം പോയൊരു പോക്ക് കണ്ടുവിട്ട്. അപ്പോൾ ഈ അൽദിബ് ഇതിനകത്ത് കിടന്നപ്പോൾ ഒരു പൊക്കമുള്ള മൺഭരണി, 8 അടി പൊക്കമുള്ളൊരു മൺഭരണി, ഭരണിയുടെ മൂടി എടുത്തു മാറ്റി. അതിനകത്തൊരു തുകൽ ചുരുള്. ആ തുകൽ ചുരുൾ വലിച്ചു പുറത്തെടുത്തിട്ടപ്പോൾ നല്ല കനമുള്ള പായ ചുരുട്ടി വെച്ചിരിക്കുന്ന പോലെ വീതി കുറവാണ്. അങ്ങനെ കുറേ അടുക്കുകൾ. ഇയാൾക്ക് വായിക്കാനൊന്നും അറിയില്ല. വലത്ത് നിന്ന് ഇടത്തോട്ട് എഴുതിയ ചില കുറിപ്പുകൾ അതിൽ മുഴുവൻ. ഞാനത് പറഞ്ഞപ്പോഴേ സൗകര്യമാരി ചൊല്ലി അഴിക്കാൻ തുടങ്ങാവ. ഇച്ചിരി കഴിഞ്ഞു മതി, യോഗം കഴിഞ്ഞ് നിങ്ങൾ ആ ബന്ധനമെല്ലാം അടിച്ചിട്ട് പോയാൽ മതി. ശ്രദ്ധിക്കണം, അങ്ങനെ പ്രാപ്തരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കണ്ടിട്ടേ പോകാവുള്ളൂ. അപ്പോൾ ഇത് റൈറ്റ് ലെഫ്റ്റ് ഇങ്ങോട്ട് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ ഇതൊന്നും കണ്ടിട്ട് മനസ്സിലായില്ല. ആള് ഇത് മനസ്സിലായി, ഇതിലാകെ ഉള്ളത് മൃഗത്തിൻ്റെ തോലിൽ എഴുതിയതാ എന്തോ കുറിപ്പാണ്. ഇയാളിത് നേരെ കൊണ്ട് തെരുവിൽ ഒരു തുകൽ വ്യാപാരിക്ക് വിറ്റു. ആ മനുഷ്യനത് വെട്ടി ബാഗ് തുന്നാൻ ഒരുമ്പിടുമ്പോൾ അവിചാരിതമായി അവിടെ എത്തിയ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആളിൻ്റെ പേര് ചരിത്രത്തിൽ പറയുന്നേ ഡോക്ടർ ജോഷുവ സാമുവൽ, സർ ജോഷുവ സാമുവൽ എന്നൊക്കെ പറയും. അദ്ദേഹം സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ ബിഷപ്പായിരുന്നു. അവിടുത്തെ ഒരു വൈദിക പാഠശാലയുടെ റെക്ടറായിരുന്നു. അദ്ദേഹം പറഞ്ഞത് വെട്ടിമുറിക്കണ്ട, നിനക്കെന്ത് കിട്ടും, അത് ബാഗ് തുന്നിയാൽ ആ പണം ഞാൻ തരാം എന്നേക്ക്. അദ്ദേഹം ചോദിച്ച വില കൊടുത്തു വാങ്ങി. എന്നാൽ പിന്നെ എന്നെ കിട്ടിയ വില കെട്ടാൻ നടുങ്ങും. ലക്ഷക്കണക്കിന് ഡോളർ വില കൊടുത്ത് ലോകത്തിലെ മ്യൂസിയങ്ങളിലൊക്കെ അതിൻ്റെ കോപ്പികൾ എടുത്ത് ഇന്നിപ്പോഴത് ബ്രിട്ടീഷ് മ്യൂസിയം സ്വന്തമാക്കി അവിടെ ചില്ലിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഇതെന്താണ് വസ്തു എന്ന് ഞാൻ പറഞ്ഞില്ല. ഇത് ബൈബിളിലെ യെശയ്യാ പ്രവാചകൻ്റെ പ്രവചന പുസ്തകത്തിൻ്റെ ഒരു കയ്യെഴുത്ത് പ്രതിയായിരുന്നു. ബൈബിളിൻ്റെ ഒരു കയ്യെഴുത്ത് പ്രതി. അതാ യെശയ്യാ നേരെ എഴുതിയതാണെന്നല്ല, എഴുതിയതിൽ നിന്നുള്ള പ്രതി. നേരിട്ടെഴുതുന്നതിന് പറയുന്ന പേര് ഓട്ടോഗ്രാഫ. ഇത് ഓട്ടോഗ്രാഫയല്ല, ഓട്ടോഗ്രാഫിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് ഈ പ്രതി. അന്ന് കാലത്ത് ഇങ്ങനെ എഴുതുന്ന പതിവാണുള്ളത്. പണ്ട് നമുക്കാർക്കും അത് എഴുതാനാവില്ല. ബൈബിളിൻ്റെ പ്രതികൾ എഴുതിയെടുക്കാൻ ലൈസൻസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവരെ വിളിക്കുന്ന പേര് സ്ക്രൈബ്സ് അഥവാ ശാസ്ത്രിമാർ എന്നായിരുന്നു. ഇവർക്കിത് എഴുതാൻ പറ്റുമോ? അവരിത് എഴുതുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ആ മര്യാദകൾ നിയമമാണ്. ഒന്നാമത്തെ മര്യാദ, ഇതിനു വേണ്ടി തയ്യാറാക്കുന്ന ഈ തോലുണ്ടല്ലോ, ആടിൻ്റെയും പശുവിൻ്റെയൊക്കെ തോലാണ്. ആടിൻ്റെ തോലാണെങ്കിൽ ആടിനെ അതിൻ പ്രകാരം ആചാരപുരസരം വളർത്തുന്ന ആടായിരിക്കണം. ചുമ്മാ കണ്ട പറമ്പ് വഴി പോയി പാവലും കടിച്ച് പയറും കടിച്ച് അങ്ങനെ ജീവിക്കുന്ന ആടിൻ്റെ തോലെടുക്കില്ല. ഇതിനു വേണ്ടി വളർത്തുന്ന ആട്. ഇതാണ് കാര്യം. കണ്ടേ,
ഈ സംഗീതോപകരണമൊക്കെ നിർമ്മിക്കുമ്പോൾ അതിന് നിയമമുണ്ട്. ഈ തുടി ഉണ്ടാക്കണമെങ്കിൽ അതിനെടുക്കുന്ന ആ സ്കിന്നിന് നിയമമുണ്ട്, ചെണ്ടക്കൊരു നിയമമുണ്ട്. എനിക്കൊന്ന് ഇവർ തബല കൊണ്ടുവരാതെ വന്നതിന് നിയമമുള്ളതുകൊണ്ടാണ്. ഈ തബലയൊന്ന് തുടയ്ക്കണമെങ്കിൽ ഉപ്പ് കൂടാതെ വളർത്തുന്ന പാടിൻ്റെ പാല് പഞ്ഞിയിൽ മുക്കി തുടയ്ക്കണം. ഇങ്ങനെയൊക്കെയാണ്. അപ്പം അതില്ലാത്തതുകൊണ്ട് അവരതെടുക്കാൻ. ചുരുക്കി പറഞ്ഞ് ഇതിനെല്ലാം നിയമമുണ്ട്. തല്ലാനൊരു കോലുണ്ടാക്കണ്ടേ? ആ തല്ലാനുള്ള കോല് ആണും പെണ്ണുമുണ്ട്. അതിൽ പെണ്ണാലിൻ്റെ തടി മുറിച്ച് ആ കമ്പ് കൊണ്ടേ തല്ലാവൂ. നിങ്ങളുടെ ഈ സൗണ്ടും എൻ്റെ ഈ തല്ലും ഒരുപോലെ ഇരിക്കണം, അതിനായിരിക്കണം. അതെൻ്റെ ഒരു വ്യാഖ്യാനമാണ്. സ്ത്രീകൾ ഈ സംസാരിച്ചാൽ നമ്മളെക്കാൾ കൂടുതൽ അല്ലേ? ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞു, വൈഫ് വല്ലാതെ തെന്നി നിൽക്കുക, മിണ്ടുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് പോട്ടെ, ഇയാൾ മുൻകൈ എടുത്തങ്ങ് സംസാരിക്കാൻ പറഞ്ഞു. അന്നേരം ഈ കക്ഷി എന്നോട് പറയാം, അവളൊന്ന് നിർത്തിയിട്ട് വേണ്ടേ എനിക്കൊന്ന് മിണ്ടാൻ. മഴ പെയ്യുന്ന പോലെ നിൽക്കുക, അതിൻ്റെ ഇടയ്ക്ക് അവളൊന്ന് നിർത്തിയിട്ട് വേണം എനിക്കൊന്ന് തുടങ്ങാൻ. അത് സമ്മതിക്കുന്നില്ല. അതുകൊണ്ടായിരിക്കണം ഈ പെണ്ണാലിൻ്റെ തടി എന്ന് പറഞ്ഞ പോലെ ഇതിനും ചില നിയമമുണ്ട്. ആടിനെ പ്രത്യേക തരത്തിൽ വളർത്തണം. ആടിൻ്റെ തോലിനൊരു പേര് പറയും, പാർച്ച്മെൻസ്. ഇനി ചെറിയ കാളകളുണ്ട്, ആ കാളകളുടെ തോലുണ്ട്, അതിനൊരു പേര് പറയും വെല്ലം. ഇങ്ങനെയൊക്കെയുള്ള നിരവധി സംവിധാനങ്ങൾ എഴുതണം. എഴുതാനിരിക്കുന്ന ശാസ്ത്രിക്ക് മുമ്പിൽ യഥാർത്ഥത്തിലുള്ള ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരിക്കണം. ഓർമ്മയിൽ നിന്നറിയാമെങ്കിൽ പോലും ഓർമ്മയിൽ നിന്ന് എഴുതരുത്, വായിച്ചേ എഴുതാവൂ. ഒരു വശത്ത് നിന്ന് അടുത്ത വശത്തേക്ക് എഴുതിപ്പോകുമ്പോൾ നേരെയുള്ള വരിയിൽ 30 അക്ഷരങ്ങളിൽ കൂടുതൽ വരരുത്. താഴേക്കെഴുതിയാൽ 13 അക്ഷരങ്ങളിൽ കൂടുതൽ വരരുത്. 2 അക്ഷരങ്ങൾ തമ്മിൽ തൊട്ടുരുമ്മിക്കിടക്കരുത്. ഒരു തലനാരിഴയുടെയെങ്കിലും അകലമുണ്ടായിരിക്കണം. ഇതൊന്നുമല്ല പ്രധാനം. തയ്യാറാക്കുന്ന മഷിക്കൂട്ട് പടരാത്തതായിരിക്കണം. ഇനിയുമുണ്ടൊരു നിയമം. എഴുതിക്കൊണ്ടിരിക്കുന്ന വേളയിൽ തൊട്ടു മുമ്പിൽ രാജസേവകനോ സേനാധിപനോ ഏത് തിരക്ക് പിടിച്ചാലോ വന്നാലും, അല്ലല്ല രാജാവ് വന്നാൽ പോലും, ഈ ശാസ്ത്രി ബൈബിളിൻ്റെ പരിവർത്തനം ചെയ്യുന്ന കോപ്പി എഴുതുന്ന പണി നിർത്തി ഈ മനുഷ്യനെ നോക്കാനോ അഭിവാദ്യം കൊടുക്കാനോ അഭിവാദ്യം സ്വീകരിക്കാനോ പാടില്ല. കാരണം ഇയാൾ മഹാരാജാവിൻ്റെ ജോലി ചെയ്യുകയാണ്. ഇതൊക്കെയാണ് നിയമം. ഇനി എഴുതി വരുന്ന വഴിക്ക് ഈ നിയമം വല്ലതും പാലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇയാൾ ഈ എഴുതിയ സ്ക്രിപ്റ്റിൽ ഇങ്ങനെ ക്രോസ് വെട്ടണം. എഴുതാനിരുന്ന ഇടത്ത് സിനഗോഗിൻ്റെ പിന്നിലൊരു അലമാരയുണ്ടാകും. ആ അലമാരയുടെ പേര് ഗനീസ എന്നാണ്. ആ ഗനീസയിൽ കൊണ്ടിട്ടേക്കണം. ഗനീസ നിറഞ്ഞാലുടൻ ഇതെടുത്തുകൊണ്ട് പുറത്തു വന്ന് ആഴത്തിൽ കുഴിയെടുത്ത് ശവം സംസ്കരിക്കുന്ന പോലെ സംസ്കരിക്കണം. അഥവാ തീയിട്ടാൽ ആ തീയിൽ ഇതിൻ്റെ ചാരം ഉയർന്നു നിന്നാൽ പോലും അക്ഷരം തെളിയാൻ പാടില്ല. ഇത് പാടെ പൊടിച്ചു വേണം കുഴിയിൽ സംസ്കരിക്കാൻ. ഇങ്ങനൊക്കെ ഒട്ടനവധി നിയമങ്ങൾ പാലിച്ചു രൂപപ്പെട്ട ഒരു മഹത് കൃതിയുടെ പേരാണ് വിശുദ്ധ ബൈബിൾ. ഹല്ലേലൂയ. ഇതിനകത്താ ഇലക്ട്രിസിറ്റി ബില്ല് വയ്ക്കുന്നതെന്ന് ഓർത്തോണം. ഇതിനകത്താണ് ആധാർ കാർഡ് വെച്ചേക്കുന്നത്. ഇതിൻ്റെ വെള്ളപ്പേപ്പറൊക്കെ സൈഡിലുണ്ടെങ്കിൽ അഴുതിയും കുട്ടപ്പൻ്റെ കല്യാണം കഴിഞ്ഞു, ഡേറ്റ്. മനസ്സിലായില്ലേ? വല്യപ്പച്ചൻ ഞങ്ങളെ വിട്ട് പിരിഞ്ഞു, മത്തായിയുടെ സുവിശേഷം 20. കണ്ടോ? ഇതെഴുതുന്ന കക്ഷികളെ വിളിച്ച പേരാ ശാസ്ത്രി. ഇവരെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാത്ത ഒരാളെ ഉള്ളായിരുന്നു നമ്മുടെ കർത്താവ്. കർത്താവ് ഇവരൊക്കെ മുഖത്തൊക്കെ വിളിച്ചു വെള്ള തേച്ച ശവക്കല്ലറുകളെ. എൻ്റെ കാരണം നോക്കാം, പതുക്കെ പഠിക്കുക. സന്തോഷമാണോ? സന്തോഷമാണല്ലോ. ഇനിയിപ്പോൾ സന്തോഷം അല്ലെങ്കിലും ഞാൻ ഈ ഒരു ശൈലിയാണ്. ബ്ലസനൊക്കെ നാളെ വരും, അജി ബ്രദർ പാസ്റ്ററൊക്കെ വരുമ്പോൾ ഇതൊക്കെ മാറി അല്ല ഫാസ്റ്റ് നമ്പറിൽ ഒരു ഗോൾ അടിച്ച് മുന്നേറും. അതൊക്കെ 20-20 ആണെങ്കിൽ ഇത് ടെക്സ്റ്റാണ്, വ്യത്യാസം അത്ര ഉണ്ട്. എന്താ പറയുന്നു? സന്തോഷ? ശ്രദ്ധിച്ചാട്ടെ. അപ്പം ഇതുവരെ നമ്മുടെ വിഷയത്തിലെത്തിയില്ല. ആ പയ്യനവിടെ നിൽക്കല്ലേ. പ്രശ്നം ഈ യോശുവ സാമുവേൽ ഈ സ്ഥലത്ത് വന്നു. അദ്ദേഹവും വിദ്യാർത്ഥികളും 11 ഗുഹകൾ അരിച്ചു പെറുക്കി. ഇതിനകത്തൊന്നും ഒന്നല്ല. പഴയ നിയമത്തിലെ
38 പുസ്തകങ്ങൾ, എസ്തേർ ഒഴികെ മുഴുവൻ പുസ്തകങ്ങളുടെയും കയ്യെഴുത്ത് പ്രതികൾ 47 വീണ്ടും കിട്ടി. ഇതിനു മുമ്പൊക്കെ കിട്ടിയിട്ടുണ്ട്, കോഡക്സ് സൈനാറ്റിക്കസ് ഒക്കെ ഉണ്ട്. ഇവ വൻ വില കൊടുത്താണ് അക്കാലഘട്ടത്തിൽ മ്യൂസിയങ്ങൾ സ്വന്തമാക്കിയത്. അപ്പോൾ നമ്മുടെ സംശയം അതല്ല. ഈ വറ്റി വരേണ്ട ഭൂപ്രദേശത്ത് എന്തിനാണ് മനുഷ്യനിത് ഇവിടെ കൊണ്ടുവച്ചതെന്ന് അറിയണ്ടേ? എങ്ങനെയാണത് അവിടെ വന്നതെന്ന് അറിയണ്ടേ? അതിൻ്റെ കാരണം ഭക്തരായ ഒരുപറ്റം മനുഷ്യർ ആ കാലഘട്ടത്തിൽ യെരുശലേമിൻ്റെ തിരക്കിൽ ജീവിക്കാതെ പാപമംഗലമായ ആ ലോകത്തു നിന്ന് മാറി അവിടുത്തെ മാലിന്യങ്ങളൊന്നും ജീവിതത്തിൽ പറ്റാതെ ഈ ഗുഹയ്ക്കുള്ളിൽ ഈ പരിസരത്ത് പ്രാർത്ഥന ജീവിതം കഴിച്ചു പോന്നു. നമ്മളുമായി ഇടപാടില്ല, പൊതുജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. ആ സ്ഥലത്ത് അവർ പാർക്കുമ്പോൾ നമ്മളുമായി ഇടപാടില്ലാതിരിക്കാൻ വേണ്ടി സ്വന്തമായി കൃഷി ചെയ്ത് സ്വന്തമായി മൃഗങ്ങളെ വളർത്തി അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഈ മനുഷ്യരെ കുറിച്ച് പുരാവസ്തു ഗവേഷകർ പഠിച്ചു വന്നപ്പോൾ മനസ്സിലായി, ഇവർ ഈ ചാവുകടൽ തീരത്ത് താമസിക്കാൻ മറ്റൊരു കാരണം ഈ പ്രവചനം പോലെ ഒരു ദിവസം ഈ ചാവുകടലിൻ്റെ സ്ഥിതിയും മാറും. ആർക്കും വേണ്ടാത്ത ഈ വെള്ളം സമ്പദ്സമൃദ്ധിയുടേതായി മാറുമ്പോൾ, ശാപഗ്രസ്തമായ ഈ ഭൂമിയുടെ സ്ഥിതി മുഴുവൻ മാറുമ്പോൾ ഞങ്ങളിതാ ആ പ്രവചനത്തിൻ്റെ മഴ പെയ്യുവാൻ ഇങ്ങനെ കാത്തിരിക്കുന്നു. അവരൊക്കെ മഴമറിഞ്ഞു. ഈ പ്രവചനം ഞാൻ പ്രസംഗിക്കുന്ന ഇന്ന് രാത്രി വരെ നിറവേറിയിട്ടുമില്ല. പക്ഷെ പറഞ്ഞത് തിരുവെടുത്തെങ്കിൽ കാലവിളംബമന്യേ ഇത്തനൊരു പ്രവചനം നിറവേറാൻ ആവലോടെ കാത്തിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അവശേഷിച്ച ചിന്തകളിലൂടെ ഒന്ന് കടന്നു പോകാം. എല്ലാവരും ഏകാഗ്രത ഇവിടെ ഉണ്ടാക്കണം. ബഹുമാന്യരേ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ഇടത്തു നിന്ന് പുനരുദ്ധരിക്കുന്നൊരു ദൈവത്തിൻ്റെ വചനമാണ് ഉലകത്തോട് സംസാരിക്കുന്നത്. ചാവുകട ചൂണ്ടിക്കാട്ടി ഇവിടെ ഒന്നും നടക്കില്ല എന്ന് ചിന്തിക്കുന്ന മനുഷ്യരോട് അങ്ങനെയല്ല, ഇവിടെ നിന്ന് വീണ്ടും ഒരു വലിയ മീൻകുട്ടൻ രൂപപ്പെടുമെന്നും എല്ലാ അരക്ഷിതാവസ്ഥകളും മാറുമെന്നും പറഞ്ഞ് മനുഷ്യ മനസ്സുകളെ ഉദ്ദീപിപ്പിക്കുന്ന ഒരു സന്ദേശമെന്ന നിലയിലാണ് ഈ ദൈവവചനത്തിന് സുവിശേഷം എന്ന് പേര് കിട്ടിയത്. ആ സുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകത, നാനാജാതി മതസ്ഥർക്ക്, എല്ലാ സമൂഹങ്ങൾക്കും അതൊരുപോലെ ബാധകമാകുന്ന ദൈവത്തിൻ്റെ വചനമാണ്. ആ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മാറി നിൽക്കാൻ ലോകത്തൊരു മനുഷ്യർക്കും സാധിക്കില്ല. സകല മനുഷ്യർക്കും ഒരു ദൈവം എന്നത് കൃത്യം പഠിപ്പിക്കാൻ കാരണം മറ്റാരെയും വിവേചിക്കുന്നത് കൊണ്ടല്ല, എല്ലാവരെയും സ്നേഹിക്കുന്നതുകൊണ്ടാണ്. അതെങ്ങനെയാ പ്രപഞ്ചത്തിന് മുഴുവൻ ഒരു ദൈവം എന്ന് പറയുമ്പോൾ നമ്മൾ അകന്നു പോകുന്നതുകൊണ്ടാ? എനിക്കും നിങ്ങൾക്കുമെല്ലാം ഒരു പിതാവെന്ന് പറയുമ്പോൾ സന്തോഷം വർദ്ധിക്കില്ലേ ചെയ്യണ്ടേ? നമ്മുടെ കൂട്ടായ്മ സൗഹൃദം വർദ്ധിക്കില്ലേ ചെയ്യണ്ടേ? നമ്മുടെ ആത്മാർത്ഥത വർദ്ധിക്കില്ലേ ചെയ്യേണ്ടത്? ദൈവം ഒരു മതത്തിൻ്റെയും സ്വന്തമല്ല, ദൈവം ഒരു വിഭാഗത്തിൻ്റെ സ്വന്തമല്ല. ഞങ്ങളൊക്കെ ചിലപ്പോൾ പ്രസംഗിക്കുമ്പോൾ ഞങ്ങളുടെ ദൈവം എന്നൊരു പദം പറയുന്നത് പോലും ആ സ്നേഹബന്ധത്തിൻ്റെ ആഴത്തിലാണ്. 8ഉം 10ഉം മക്കളുള്ള കുട്ടികൾ അപ്പനെ നോക്കിയിട്ട് എൻ്റെ അപ്പനെന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ നിരസിക്കുകയല്ല, മറിച്ച് സ്നേഹബന്ധത്തിൻ്റെ ഗാഢത കൊണ്ട് എൻ്റെ പിതാവ് എന്ന് ദൈവത്തെ വിളിക്കുന്ന ഉജ്ജ്വലമായ ആ തീവ്രമായ ഹൃദയാനുരാഗത്തിൻ്റെ പകർച്ചയാണ് ആ വാക്കുകൾ. അതുകൊണ്ട് ഈ വാക്കുകൾ ആരെയും വേദനിപ്പിക്കേണ്ട. ഇവിടെ ഇരിക്കുന്ന നാനാജാതി മതസ്ഥരും ഹൃദയം തുറന്നു പറയണം, അങ്ങ് എൻ്റെ ദൈവമാണ്, പ്രപഞ്ചനാഥൻ എൻ്റെ ദൈവമാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒരു വാക്കിലുളവാക്കിയ അവിടുന്ന് എൻ്റെ കൂടി പിതാവാണ്. ഞാൻ മറ്റൊന്നുകൂടി പറയട്ടെ, ലോകത്തിലെ സകല മതങ്ങളും ദൈവത്തെ ഈ സ്ഥാനപ്പേർ ചൊല്ലിയാണ് വിളിക്കുക, പറയുക. അവർക്ക് കുഴപ്പമില്ല, ഭയമാണ്, ദൈവത്തെക്കുറിച്ചുള്ള ഭയം. ദൈവമെന്തോ ഭയപ്പെടേണ്ട ഒരാളാണ് എന്ന ധാരണ, ആ ധാരണ ജൂതന്മാരും വെച്ച് പുലർത്തിയിരുന്നു. അങ്ങനെയാണ് നമ്മൾ ബൈബിളിൽ പോലും കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ ഭയപ്പെട്ട് ദൈവത്തിൻ്റെലേക്ക് വരിക. ആ ഭയം മാറിയിട്ട് സ്നേഹത്തോട് അവൻ്റെ അരികിൽ വരാൻ നമുക്ക് തമ്മിലുള്ള ആ പ്രതിസന്ധി പരിഹരിച്ച മധ്യസ്ഥന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. പ്രശ്ന പരിഹാരം വരുത്തിയ ആ മധ്യസ്ഥൻ നമ്മെ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. അതെന്താണ്? ഞാൻ പറയാം. മനുഷ്യൻ ദൈവത്തെ ഈശ്വരൻ എന്ന് വിളിക്കും, ജൂതന്മാർ യാഹുവേ എന്ന് വിളിക്കും, അള്ള എന്ന് വിളിക്കും. ആ മിഡിൽ ഈസ്റ്റിൽ പലതരം പേരുകൾ. ഈ പാർസികളാണെങ്കിൽ വിളിക്കുന്നത് അഹുര എന്നാണ് ദൈവത്തെ വിളിക്കുക. ഈ രൂപത്തിലൊക്കെ മാറി ദൈവത്തെ വിളിക്കുന്ന ലോകത്ത് സ്ഥാനപ്പേർ കൊണ്ട് ദൈവത്തെ വിളിക്കുമ്പോൾ നിങ്ങൾക്കറിയാമോ എങ്ങനെയാണ് യേശുവിൻ്റെ അനുഗാമികൾ ദൈവത്തെ വിളിക്കുക? പിതാവേ.
എത്ര ആനന്ദമാണ് ആ പദത്തിന്. അപ്പാ എന്ന് ഹൃദയം തുറന്ന് ദൈവത്തെ വിളിക്കാൻ മനുഷ്യരാശിയെ പഠിപ്പിച്ചപ്പോൾ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുകയല്ല, ഇവിടെ ഇരിക്കുന്ന യാതൊരുവനെയും തന്നോട് ചേർക്കാനാണ് ആ ദൈവം തൻ്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി അയച്ചു തന്നത് ആ പുത്രനെ. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി. ഞങ്ങളിങ്ങനെ യോഗവും മീറ്റിങ്ങൊക്കെ നടത്തുമ്പോൾ ആളുകൾക്കൊരു തെറ്റിദ്ധാരണ, ഇത് ഈ മതത്തിലേക്ക് ആളെ ചേർക്കുന്ന എന്തോ വിദ്യയാണോ. എൻ്റെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ആളുകൾ ഞങ്ങളെ വിളിക്കാറുണ്ട് മതപരിവർത്തന ലോബി. ഇടയ്ക്ക് നമ്മുടെ ചില പരാമർശങ്ങളിൽ ആളുകൾ പറഞ്ഞു നമ്മൾ ഈ പാൽപ്പൊടി കൊടുത്തും മൈദ കൊടുത്തും വസ്ത്രം കൊടുത്തുമൊക്കെ ആളുകളെ മതം മാറ്റി ഇപ്പോഴൊക്കെ നടക്കുന്നുണ്ടെന്നാണ്. അത് തീരെ തള്ളേണ്ട കാര്യമില്ല കേട്ടോ, അതിലൊരു ശരിയുണ്ട്. ആ ശരി ഞാനൊന്ന് പറയാം. ആദ്യം ഒരു കാര്യം ഞങ്ങൾ പറയുന്നു, ഞങ്ങളെ സംബന്ധിച്ചുള്ള ഇതൊരു മതമല്ല, ഇറ്റ് ഈസ് നോട്ട് എ റിലീജിയൻ. എന്തങ്ങനെ പറയാൻ കാരണം, ഒരു മതത്തിന് വേണ്ട ചേരുവ ഇതിലില്ലെന്നുള്ളതാണ്. മതത്തിന് എന്തൊക്കെ വേണം? ഒന്നോ അതിലധികമോ തീർത്ഥാടന കേന്ദ്രങ്ങൾ മതത്തിനുണ്ടാവും. യേശു ജനിച്ചു വളർന്ന ബേത്ലഹേമോ, യേശു മരിച്ച ഗോൽഗതയോ, ആദ്യത്തെ ദേവാലയം സ്ഥാപിക്കപ്പെട്ട യെരുസലേമോ ഞങ്ങൾക്ക് തീർത്ഥാടന കേന്ദ്രമല്ല. യെരുസലേമിലെ ഒരു പിടി മണ്ണും ഈ ഭാരതപ്പുഴയിലെ ഒരു പിടി മണ്ണും കയ്യിലെടുത്തിട്ട് ഇതിലേതാണ് വിശുദ്ധമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയും ഇത് രണ്ടും പ്രത്യേകിച്ച് വിശുദ്ധമല്ല അശുദ്ധമല്ല, രണ്ടും ഒരുപോലെ. മെച്ചപ്പെട്ട മണ്ണ് ഈ ഭാരതപ്പുഴയിലെ. കാരണം യെരുസലേമിലെ മണ്ണിൻ്റെ പ്രശ്നം 422 ആക്രമണം നടന്നിട്ട് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ രക്തം ചീന്തി അങ്ങനെ ചോര പുതച്ചുറങ്ങുന്ന മണ്ണാണത്. അതിനേക്കാൾ കുറേ മെച്ചം ഇതാണ്. ആ മണ്ണിനോ ആ വെള്ളത്തിനോ ഒരു വിശുദ്ധിയും ഞങ്ങൾ കൽപ്പിക്കണില്ല. അപ്പോൾ ഒരു തീർത്ഥാടന കേന്ദ്രമില്ല. അടുത്ത വിഷയം, മതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിറം കാണും. ഏതെങ്കിലും ഒരു നിറം, മഞ്ഞയോ നീലയോ ചുവപ്പോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കൊടിക്കൂറ, ഒരു പതാക കാണും. ഭൂമിയിൽ ഏതെങ്കിലും ഒരു നിറം മോശമാണെന്നോ മെച്ചപ്പെട്ടതാണെന്നോ ഞങ്ങൾക്കൊരു കാൽപ്പനിക സങ്കല്പമില്ല, ഒരു കൊടിക്കൂറ സ്വന്തമില്ല. മതങ്ങൾക്ക് 12 മാസത്തിൽ ഏതെങ്കിലും ഒരു മാസമോ മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസമോ ദിവസത്തിലെ ചില സമയമോ സുപ്രധാനങ്ങളായിരിക്കാം. ഞങ്ങൾക്ക് 12 മാസം ഒരുപോലെ, ഏത് സമയം ഒരുപോലെ, ഒരു വ്യത്യാസമില്ല, ഒരു പ്രശ്നമില്ല. മനസ്സിലായില്ലേ? മതങ്ങൾക്ക് ആഴ്ചയിലെ ചില ദിവസങ്ങൾ മോശം, ചില ദിവസങ്ങൾ നല്ലത്. ഞങ്ങൾക്ക് മോശം ദിവസമില്ല. എനിക്ക് ഞാൻ അടുത്ത കാലത്താണ് ഒരു ചെറിയ വീട് പണിത്. ഇപ്പം ലൈവിൽ പോകുന്നുണ്ട്, അത് വലിയ പ്രശ്നമാകും. നമുക്കൊരു വീട് പണിതുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചങ്ങാതി പറഞ്ഞു, സ്നേഹം കൊണ്ട് പറഞ്ഞാണ്, ഈ വീടിൻ്റെ മുമ്പിൽ ഒരു കോലം ഉണ്ടാക്കി വെക്കണം. നമ്മുടെ പഴയ പാൻറ് ഉള്ളുകൊണ്ട് അതും വെച്ച് ടീഷർട്ടും ഒക്കെ വെച്ച് ഇട്ട് ഒരു ചട്ടിയൊക്കെ അതിലൊരു പടമൊക്കെ വരച്ച്. എന്തിനാന്ന് വെച്ചാൽ ഈ കണ്ണുദോഷം അതിന് കിട്ടണം. നേരെ നമ്മുടെ വീട്ടിലേക്ക് റഡാറ് വായിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറിപ്പോണം. ഈ നോട്ടം ഇങ്ങോട്ട് വരുമ്പോൾ അതങ്ങ് പൊക്കോളൂ. ഞാൻ പറഞ്ഞപ്പോൾ അത് വേണ്ട, ചേട്ടനിവിടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹകരിക്കണ്ടേ, പ്രത്യേകിച്ചൊരു കോലം വെക്കേണ്ട കാര്യമില്ല, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പറഞ്ഞതിൻ്റെ അർത്ഥം. കിണർ കുഴിക്കാൻ വന്ന ആളിനോട് പറഞ്ഞു, തെക്കും വടക്കും കിഴക്കും ഒന്നും നോക്കല്ലേ, ഞാൻ ചൂണ്ടിക്കാണിക്കാം, അവിടെ അങ്ങ് കുഴിച്ചോണം. വെള്ളമില്ലേ, ഒരു കംപ്ലൈൻറ്റും ഇല്ല. വെള്ളമില്ല, അത് നമ്മൾ സേഫ്റ്റി ടാങ്കൊക്കെ ആക്കി മാറ്റും, പ്രശ്നമില്ല. വെള്ളമില്ല, ഇങ്ങനെ പൈപ്പ് വഴി വെള്ളം എടുത്തോളാം. എൻ്റെ അർത്ഥം എന്താണെന്നറിയണ്ടേ? ഇത്തരത്തിലെ യാതൊരു നിബന്ധനകളും ഇല്ല. ഇന്ന് രാത്രി വചനം കേൾക്കുന്നവർക്കിടയിൽ ചിലതരം ദോഷങ്ങളുണ്ടെന്ന് കരുതി വിവാഹം കഴിപ്പിക്കാൻ നിർത്തിയ കുട്ടികളുണ്ടെങ്കിൽ ഞങ്ങളൊരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി. അല്ല, അന്തസ്സും ആഭിജാത്യമുള്ള 100 കണക്കിന് ചെറുപ്പക്കാരെ നിൽക്കാമെന്ന് കേട്ടോ മക്കളെ, അങ്ങനൊന്നും പേടിക്കണ്ട. ഇതാ പാസ്റ്റർമാരിവിടെ നിൽപ്പുണ്ട്, ഇനി പോര്, ഫ്രണ്ടിൽ പോര്, ഒരൊറ്റ പ്രാർത്ഥന. ഞങ്ങളങ്ങനെ പ്രാർത്ഥിക്കാൻ കിട്ടിയ അധികാരം എന്താണെന്നറിയണ്ടേ? പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും യഹോവ ഒരു ദോഷവും തട്ടാതെ നിങ്ങളെ പരിപാലിക്കും. ഹല്ലേലൂയ! ആ ഒരു ദോഷവും തട്ടാതെ ഇത്തരത്തിലുള്ള ആലോചനകൾക്കൊക്കെ മീതെ ഇടപെട്ട് പരിവർത്തനം വരുത്തുന്ന ഒരു മഹാദൈവത്തിൻ്റെ ഇടപെടൽ. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത് അനുഭവിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പോകാവോ? നമ്മൾക്ക് ആ പാൽപ്പൊടിയെ പറ്റിയാണല്ലോ പറഞ്ഞേ. അങ്ങോട്ട് വരാം.
ഇത് മതമല്ല എന്നൊക്കെ പറഞ്ഞാലും നാട്ടുകാർ നമ്മളെ മതമെന്ന് വിളിക്കുമ്പോൾ കിടക്കട്ടെ, സർക്കാർ മതം എന്ന് ചോദിക്കുമ്പോൾ ആ കോളത്തിൽ എഴുതണമല്ലോ ക്രിസ്ത്യൻ, ഒന്നുമില്ലെന്ന് പറഞ്ഞ് എഴുതി വിടുമോ? അതുകൊണ്ട് സാങ്കേതികമാണ്, എന്തുവരും വിളിക്കട്ടെ. അപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ മതപരിവർത്തനം എന്ന് പറയുന്ന സംഭവം നടന്നത് പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി എന്ന സ്ഥലത്താണ്. 1854 ഈ സംഭവം, ബ്രിട്ടീഷ് ഇന്ത്യയിൽ. ഇന്നവിടെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്, പാസർ റജിക്ക് അറിയാം. ആ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് ഒരു വലിയ വയൽ. ആ വയൽ തീരത്ത് ഇപ്പോൾ ഒരു TPM ഹാളൊക്കെ ഉണ്ട്. അതുവഴി ഒരു മനുഷ്യൻ ഈ വയലിലൂടെ മുഖം ചുമലിൽ വെച്ച്, മറുവശത്തൊരു കാളയും ആ കാളയുടെ ചുമലിൽ മുഖം വെച്ച് രണ്ടാളും ചേർന്ന് ഉഴുതുമറിച്ചു പോകാം. ജോൺ ഹോക്സ്വർത്ത് എന്നറിയപ്പെടുന്നൊരു മിഷനറി അതുവഴി യാത്ര ചെയ്തു വന്നു. വിചിത്രമായി കാഴ്ച കണ്ടയാൾ നോക്കുമ്പോൾ ഒട്ടിയ കവിള്, കുഴിഞ്ഞ കണ്ണ്, ദൈന്യത നിറഞ്ഞ ആ മുഖം. അയാൾ അവിടെ നിന്ന് കുറച്ചു നേരം. അല്പം കഴിഞ്ഞപ്പോൾ ഈ പാവം മനുഷ്യൻ പണി നിർത്തി കരകയറി. കാരണം ഒരു കാര്യസ്ഥൻ ചൂട് കഞ്ഞി നിറച്ചൊരു മൺകലവുമായി വരിക. ഇയാൾ ഉച്ചഭക്ഷണത്തിനിരിക്കാൻ പോവാം. അപ്പോൾ ഈ മനുഷ്യൻ തൊട്ടടുത്തു നിന്നൊരു വട്ടയില കുറച്ച് പറിച്ചെടുത്ത് ഈ വയൽ വരമ്പത്തൊരു കുഴി ഉണ്ടാക്കി അതിലേക്ക് വെച്ചിട്ട് കഞ്ഞി ഒഴിച്ചു കൊടുത്തു, കുടിച്ചു. അദ്ദേഹം പോയി കഴിഞ്ഞെടുത്തി എന്ന ഹോക്സ്വർത്ത് ചോദിച്ചു, കൂട്ടുകാരാ പേരെന്താ? അയാളുടെ പേര് തെയ്യത്താൻ എന്നായിരുന്നു. ശരിക്കുള്ള പേര് ദൈവത്താൻ. ഇദ്ദേഹത്തിന് തെയ്യത്താൻ എന്ന് പറയാനേ അറിയൂ. ഞാനിതൊരിടത്ത് ക്ലാസ് എടുത്തപ്പോൾ ഒരാൾ പറഞ്ഞു, അന്ന് മനുഷ്യരെ കളിയാക്കാൻ യഥാർത്ഥ പേരുണ്ടെങ്കിലും തെയ്യത്താൻ എന്ന് വിളിക്കുന്നതായിരുന്നു പതിവ്. ഞാൻ പറഞ്ഞു അങ്ങനൊന്നുമല്ല, അന്ന് നമുക്ക് പലർക്കും ഈ ഭാഷ വഴങ്ങൂല. ഭാഷ വഴങ്ങൂല എന്നുള്ളൊരു തെളിവ് തരാം. ചരിത്രപ്രസിദ്ധമായ കുണ്ടറ വിളംബരത്തിൽ ചെമ്പകരാമൻ വേലുത്തമ്പി ദളവ പുറപ്പെടുവിക്കുന്ന കുണ്ടറ വിളംബരത്തിലെ ഭാഷ ശ്രദ്ധിച്ചാൽ മതി. ചെമ്പകരാമൻ വേലുത്തമ്പിയാകുന്ന ഞാൻ ഇന്നേ ദിവസം, ബാക്കി ആധാര ഭാഷയാണ്, അതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി കാര്യമുണ്ട്, അവസാനം പറയാണ്. അതുകൊണ്ട് ഈ മേൽ പറഞ്ഞ കാരണങ്ങളാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ വിട്ടു പോകണം, അതിന് നിങ്ങളും കൂടെ നിൽക്കണമെന്നാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയാൻ വേലുത്തമ്പി ദളവയ്ക്ക് ഭാഷ വഴങ്ങുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ശ്രമിച്ചു നോക്കിയിട്ട് ഇംഗ്ലീഷ് കമ്പനി എന്ന് പറയാൻ ശ്രമിച്ചു. ഇംഗ്ലീഷ് കമ്പനി എന്ന് പറയാൻ ശ്രമിച്ചിട്ട് എഴുതിയത്, പറഞ്ഞത് അതിനോട് അടുത്തൊരു ശബ്ദമാണ്, ഇംഗരിച്ച് കുമ്പഞ്ചി ഇന്ത്യ വിട്ടു പോകണം. ഇത് ഞാൻ പറഞ്ഞല്ല, 19-ാം നൂറ്റാണ്ടിലെ കേരളം എന്നൊരു പുസ്തകം സാഹിത്യ അക്കാദമി പ്രസിദ്ധം ചെയ്യുന്നുണ്ട്. അതിൻ്റെ 191-ാമത്തെ പേജിൽ 8-ാം പതിപ്പിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പേര് വഴങ്ങാതെ ഇംഗ്ലീഷ് കമ്പനി എന്ന് പേര് പറയാൻ ശ്രമിച്ചിട്ട് പറ്റാതെ എങ്ങനെ പറഞ്ഞു? ഇംഗരിച്ച് കുമ്പഞ്ചി. ഇപ്പം നമുക്കത് പറയാൻ വഴങ്ങുന്നില്ല, അതാ പ്രശ്നം. എന്താ ഇതിൻ്റെ അർത്ഥം? ഇതായിരുന്നു അന്നത്തെ ഭാഷ. ഒക്കെ പോട്ടെ. അപ്പോൾ ഈ തെയ്യത്താനെ വിളിച്ചു, നിനക്കെന്ത് കൂലി കിട്ടും? കൂലിയൊന്നുമില്ല, കഞ്ഞി കിട്ടും. ഒരാഴ്ചയിൽ 800 ഗ്രാം നെല്ല്, 1 കിലോ തികച്ചില്ല, നെല്ലാണ്, അത് ഇടിച്ച് കുത്തിക്കഞ്ഞിയാക്കി കുടിക്കുക. ഒരാളുടെ ഒരാഴ്ചത്തെ കൂലി 800 ഗ്രാം നെല്ല്. സ്ത്രീകളാണെങ്കിൽ 700. വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ 300 ഗ്രാം നെല്ല്. അരിയല്ല, ഒരാഴ്ച കഴിയണം. ഇതൊക്കെ ഉണ്ട്. കാട്ടുകന്നികൾ ഭക്ഷിച്ചും കഷ്ടപ്പെട്ടും പണിയെടുത്തും പോകുന്ന ഈ മനുഷ്യനോട് ഇദ്ദേഹം ചോദിച്ചു, നിനക്ക് ദുഃഖമൊന്നുമില്ലേ? എനിക്കെന്ത് ദുഃഖം? എൻ്റെ യജമാനൻ നല്ല മനുഷ്യനെ തല്ലില്ല, കൊല്ലില്ല. അയൽക്കാരനെയൊക്കെ നോക്കാം, അവൻ്റെ ദേഹത്തൊക്കെ ചാട്ടക്കുള്ള അടിയാ. സങ്കടം തോന്നി ഈ മനുഷ്യൻ എൻ്റെ മുതലാളിയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, അവനെ വിൽക്കുന്നോ? കേട്ടപ്പോൾ പറഞ്ഞു, അവൻ നല്ലൊരു മനുഷ്യനെ വിൽക്കത്തില്ല, വിശ്വസ്തനാണ്, കള്ളപ്പണിയൊന്നുമില്ല, ഞാൻ കൊടുക്കൂല. പറഞ്ഞ് ഹോക്സ്വർത്ത് പറഞ്ഞു, എനിക്ക് വേണം, ചോദിക്കുന്ന വില തരാം. ഒടുവിൽ ചോദിച്ച വില ഒരു പുരുഷന് 21 രൂപ. 21 രൂപ എന്ന് പറയുമ്പോൾ അന്ന് 1 സെന്റ് സ്ഥലത്തിന്, കേരളത്തിലെ ആദ്യത്തെ ആധാരം നടന്നത് ഇടുക്കി ജില്ലയിലെ മൂന്നാറിൽ 3000 ഏക്കർ തോമസ് മൺറോ എന്ന മനുഷ്യൻ്റെ പേരിലാണ്. അന്ന് 1 സെന്റ് സ്ഥലത്തിൻ്റെ വില 4 അണയാണ്.
ഞാൻ പുറകോട്ട് നോക്കുന്ന ഈ 4 അണ എന്ന് പറഞ്ഞാൽ SSR അല്ലേ, അറിയോ? അത് 4 അണ എന്ന് പറഞ്ഞിട്ട് അങ്ങേര് പ്രായമൊന്നും ആയില്ലെന്ന് അറിയിക്കാൻ വേണ്ടി പറയാ, ഇല്ലെന്ന്. എനിക്ക് മനസ്സിലായി, അടവാ മനുഷ്യൻ്റെ, പ്രായമൊന്നും ആയില്ലെന്ന് കാണിക്കാനാണ്. ഞാൻ തന്നെ പറയാം, 4 അണ എന്ന് പറഞ്ഞാൽ 25 പൈസ. 25 പൈസയ്ക്കാണ് 1 സെൻറ്റ് ഭൂമി. റജിബാസൊക്കെ അറിയാമോ? റജിബാസൊക്കെ ഇവിടെ ഇരിക്കുന്ന ഏതൊരാളെക്കാളും പ്രായം കൂടുതലാണ്, പുള്ളി സമ്മതിച്ചു, നല്ലത്. അപ്പോൾ 4 അണ, അപ്പം മനുഷ്യൻ്റെ വില 21 രൂപ. തിരുനക്കര മൈതാനം വരുമ്പോൾ 3 രൂപ, ചങ്ങനാശ്ശേരി വരുമ്പോൾ 3 രൂപ 50 പൈസ, മല്ലപ്പള്ളി ചെല്ലുമ്പോൾ 21 രൂപ. എന്താ കാര്യം എന്ന് പറയുന്നത്, ഈ അടിമകളെ സംഘടിപ്പിച്ച് കൊണ്ടുവന്ന വഴിക്ക് ഇവന്മാർ ഈ കൊണ്ടുവന്ന പുള്ളിയെ തല്ലിക്കൊന്നിട്ട് ചാടിപ്പോവും. വലിയ സാഹസികമാണ് അവിടെ വെച്ചല്ലേ. അപ്പോൾ അവിടുത്തെ അടിമയ്ക്ക് വില കൂട്ടും. 8 പേരെ ഹോക്സ്വർത്ത് വിലക്ക് വാങ്ങി. തൊട്ടടുത്ത മല്ലപ്പള്ളി ആറ്റിൽ ഇതുപോലെ കൊണ്ടുവന്ന പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മുക്കിപ്പൊക്കിയില്ല, സ്നാനം കൊടുത്തില്ല. സായിപ്പ് തൻ്റെ പെട്ടി തുറന്ന് സോപ്പെടുത്തു കൊടുത്തു. ഇനി ധരിച്ചിരിക്കുന്ന ഒരു കൂമ്പ് പാളയാണ് നഗ്നത മറയ്ക്കാൻ. ആ കൂമ്പ് പാളയൊക്കെ കളഞ്ഞ് ഈ കുളിക്കാൻ വേണ്ടി സോപ്പ് അങ്ങോട്ട് കൊടുത്തു. നിറമുള്ള മണമുള്ള ഈ വസ്തു ആദ്യമായി ഒരു അടിമ കണ്ടത് 1854 കൊതിയോടിങ്ങനെ തേച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒത്തിരി തേക്കണ്ട, അത് നിനക്കുള്ള. ഒരു പെട്ടിയിലെ സോപ്പ് മുഴുവൻ കാണിച്ചിട്ട് പറഞ്ഞു, ഇത് നിനക്കുള്ള, കുളിച്ചു. ഭാര്യയും മക്കളെയൊക്കെ 8 പേരെയും കുളിപ്പിച്ച് വൃത്തിയാക്കി. ഒരു റോള് തുണി വണ്ടിയിൽ നിന്നെടുത്ത് അത് കട്ട് ചെയ്ത് ഓരോരുത്തർക്കും ഓരോ പീസ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ പേടി. കാരണം കൂമ്പുപാള മാത്രം ഉടുത്ത് ശീലമുള്ള അടിമകൾക്ക് വസ്ത്രം ധരിക്കാൻ ഭയം. ചെളിവാരിയെറിയും, തല്ലുകൊടുക്കും, ആളുകൾ ഒരുമിച്ച് കൂടും, അവർക്ക് സ്വാതന്ത്ര്യമില്ല. ഭയം നിമിത്തം അവർ ഈ വസ്തുത പറയുമ്പോൾ തിരിച്ച് അവരോട് പറഞ്ഞു, ഇതേ ഞാനാ നിന്നെ വിലയ്ക്ക് വാങ്ങി, നീ എന്ത് ധരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും, ആരും തടയില്ലവാ. ചരിത്രത്തിൽ ആദ്യം അടിമയ്ക്ക് സോപ്പ് കൊടുത്തു, അടിമയ്ക്ക് വസ്ത്രം കൊടുത്തു. തിരുവല്ലയിലെ മിഷൻ ക്യാമ്പസിൽ കൊണ്ടുവന്ന് 1 കൊല്ലം ശുദ്ധീകരണ പ്രവർത്തനം എന്തെന്ന് പഠിപ്പിച്ചു. പല്ല് തേക്കാൻ പഠിപ്പിച്ചു, വൃത്തിക്ക് കുളിക്കാൻ പഠിപ്പിച്ചു, മുടി മുറിക്കാൻ പഠിപ്പിച്ചു, സുന്ദരന്മാരാകാൻ മക്കളെ പഠിപ്പിച്ചു, ഇംഗ്ലീഷ് പഠിപ്പിച്ചു, പാട്ട് പഠിപ്പിച്ചു, ബൈബിൾ വായിക്കാൻ പഠിപ്പിച്ചു. 1854 സെപ്റ്റംബർ 8 അല്ലെങ്കിൽ 10 ഇതിലേതോ ഒരു തീയതിയിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഈ ദൈവത്താനൊരു പേരും കൊടുത്തു, ഹാബേൽ. ദിസ് ഈസ് ദ ഫസ്റ്റ് കൺവേർഷൻ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി ഇൻ കേരള. കേരള ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ്. ചുരുക്കി പറഞ്ഞാൽ, ഇന്നൊരാൾ വിശ്വാസം സ്വീകരിച്ചു വന്നാൽ പെട്ടെന്ന് നിലാമുഖത്ത് ഞങ്ങൾ അവരെ മുക്കുന്ന പണിയില്ല. അതിൻ്റെ കാരണം ഈ ക്രിസ്തീയ ജീവിതം, ആത്മീക ജീവിതം നിർബന്ധ ബുദ്ധിയാൽ ചെയ്യേണ്ട, സമ്മർദ്ദത്താൽ ചെയ്യേണ്ട ഒന്നല്ല. അത് വ്യക്തിപരമാണ്. അത് പാപത്തിനെതിരെ അതിശക്തമായൊരു നിലപാടെടുത്തു കൊണ്ടുവരുന്ന ആ സംഘടിതമായ മനോഭാവത്തിന്റെ പേരാ ക്രിസ്തീയത എന്ന് പറയുന്നത്. ആ സംഘടിത മനോഭാവം ഒരു ശക്തിയുടെ പിൻബലത്തോടു കൂടിയല്ല, ദൈവവുമായി ചേർന്നുള്ള ആ കൂട്ടായ്മയുടെ ബന്ധമാണ്. അത് ഉറപ്പിക്കാതെ ഒരാളെയും ഞങ്ങൾ ഈ ആത്മീക ജീവിതത്തിലേക്ക് കൊണ്ടുവരില്ല. അതാ വസ്തുത. ഇങ്ങനെയാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഞങ്ങൾ 2000 ആണ്ടായിട്ട് പ്രവർത്തിച്ചത്. ഇനിയുണ്ട് 1-2 കാര്യം കൂടി, അതോടൊന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് വിടാം. ആ കാലത്തൊരു വലിയ സംഭവം നടന്നു. ഞാനീ പറയുന്ന പല കാര്യങ്ങളും ചരിത്രകൃതികളിൽ നിങ്ങൾക്ക് കിട്ടും. 2023 കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ ഒരു ഗ്രന്ഥമുണ്ട്. ഡോക്ടർ വിനിൽ പോളിൻ്റെ അവാർഡ് കിട്ടിയ ഗ്രന്ഥമാണ്. 11 പതിപ്പ് വിറ്റഴിഞ്ഞു. അടിമ കേരളത്തിൻ്റെ അദൃശ്യ ചരിത്രം. അത് വായിക്കണം. ലക്ഷക്കണക്കിന് കോപ്പിയെ വിറ്ററിഞ്ഞ് പല സംഭവങ്ങൾ അതിലുണ്ട്. പ്രിയപ്പെട്ടവരെ, മറ്റ് കൃതികളുമുണ്ട്. സാമുവൽ മറ്റീർ, ഞാൻ കണ്ട കേരളം, അതൊക്കെ പഠിക്കേണ്ട കൃതികളാ. എന്തായിരുന്നു ഒരു കാലത്ത് ഈ കേരളാവസ്ഥ? മനുഷ്യാവസ്ഥ എന്തായിരുന്നു? മനുഷ്യന് വിലയും നിലയും ഇല്ലാത്തൊരു കാലം, അടിമകളായി വിറ്റിരുന്ന കാലം, വാങ്ങിയിരുന്ന കാലം. ആ കാലത്തിനൊക്കെ ഈ രാജ്യത്ത് മാറ്റം വരുത്തിയതിൽ ഈ ബൈബിളും അതിന്റെ പ്രസംഗകരും വഹിച്ച പങ്ക് സുസ്ഥിരമായ ഒന്നാ.
അത് ചരിത്രത്തിൽ അടയാളപ്പെടുത്താതെ ആളുകൾ നിരാകരിക്കുമ്പോഴും ഓരോ സുവിശേഷ പ്രസംഗങ്ങളും മനുഷ്യരാശിയെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ഉജ്ജ്വലമായ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ കൂടിയാ. അതുകൊണ്ട് സുവിശേഷം പറയാൻ തെരുവോരങ്ങളിൽ നിൽക്കുമ്പോൾ, ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഒറ്റക്കല്ല. ഇരുട്ടിന്റെ ശക്തികളോടുള്ള ഒരു വലിയ യുദ്ധക്കളത്തിൽ നിൽക്കുക. 1000 ദൂതഗണങ്ങൾ ഒപ്പം നിൽക്കുന്ന, പ്രാർത്ഥനാ മനുഷ്യരൊപ്പം നിൽക്കുന്ന ഉജ്ജ്വലമായൊരു പ്രവൃത്തിയാണ് ഓരോ സുവിശേഷ ഘോഷണവും. ചില സുഹൃത്തുക്കളൊക്കെ പരസ്യോഗങ്ങളെ വിമർശിക്കുന്നൊരു അന്തരീക്ഷമാണ്. ഞങ്ങളൊക്കെ ഇന്നും പരസ്യോഗത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണെന്ന് പറയാൻ മടിയില്ല. ആ വിഷയത്തിലേക്കൊന്നും കടക്കുന്നില്ല. അത് ഈ വേദിയുമായിട്ട് ഇപ്പോൾ പ്രസക്തമായൊരു കാര്യവുമല്ല. എങ്കിലും പറയട്ടെ, ഒറ്റക്കെന്ന് പറയുന്ന, ട്രാക്ട് കൊടുക്കുന്ന, ലഘുലേഖ കൊടുക്കുന്ന നിങ്ങൾ ഒറ്റപ്പെട്ട വ്യക്തിയാണെന്ന് ലോകം വിലയിരുത്തുമ്പോഴും ഒറ്റക്കല്ല. ക്രിസ്തീയ സാന്നിധ്യം, ദൈവത്തിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൂടെയുണ്ട്. അതിൻ്റെ തെളിവ് ഞാൻ പറയാം. സഹോദരൻ സ്റ്റീവൻ ദേവസി തുടങ്ങിയപ്പോഴേ പറഞ്ഞു, ഈ ആമുഖരാത്തിൽ തന്നെ ധാരാളം സഹോദരങ്ങൾ ഈ മണൽപ്പരപ്പിൽ വന്നു. 27 വർഷം മുമ്പ് ഇത് തുടങ്ങുമ്പോൾ ഇത്ര ആളുകൾ വരില്ല. നാളെ ഇതിലേറെ ആൾ വരും. അടുത്ത ദിനങ്ങൾ വലിയ അനുഗ്രഹമായിരിക്കും. എന്നാൽ എങ്ങനെയാണ് ഇന്ന് ഇത്രയും പേര് വന്നത്? അത് എന്നെപ്പോലെ പ്രസംഗം വരുന്നു എന്നറിഞ്ഞൊന്നും വന്നൊന്നുമല്ല. എനിക്കങ്ങനെ ഫാൻ ബേസുള്ള ആളൊന്നുമല്ല. അതുള്ള നല്ല പ്രസംഗരുണ്ട്. അവരൊന്നും ഞാൻ മോശമായിട്ട് പറഞ്ഞതുമല്ല. നിങ്ങൾ വരാനൊരു കാരണമുണ്ട്, ഞാൻ കണ്ടെത്തിയൊരു കാരണം. അത് സ്റ്റീവൻ ദേവസി പാടുന്നോർത്തും വന്നല്ല. നിങ്ങളാരും എന്നെയും ഇവരെയൊന്നും കാണാൻ വന്നല്ല. അദ്ദേഹം നാട്ടുകാരനായിട്ടോ മറ്റു സ്ഥലങ്ങളിൽ ആളുകൾ കുറേ കൂടെ കൂട്ടും. അദ്ദേഹത്തിൻ്റെ പാട്ടിക്കാൻ ആളില്ലെന്നല്ല അർത്ഥം. വരാനൊരു പ്രധാന കാരണമുണ്ട്. 27 കൊല്ലങ്ങൾക്ക് പുറത്ത് ഇത്തരമൊരു ലോകമൊന്നും കാണാൻ യാതൊരു പ്രതീക്ഷകളുമില്ലാത്ത കാലത്ത് ഇതുവഴി നടന്നുപോയ എത്ര ദൈവവൃത്തന്മാർ, ഈ മണൽപ്പരപ്പിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചെത്ര മനുഷ്യർ, തൊട്ടു പിറ്റേന്ന് വലിയ മാറ്റമൊന്നും കണ്ടില്ല. ഈ മണലിൽ വീണ കണ്ണീര് ഈ മണൽ ബാഷ്പീകരിച്ച് മുകളിൽ വിട്ടു. അത് മുകളിൽ കിടപ്പുണ്ട്. ഈ വെള്ളം ബാഷ്പീകരിച്ച് മുകളിൽ പോയി കരീഭവിച്ചുറഞ്ഞ് നാളെ മഴയായി കിട്ടും പോലെ ഇവിടെ പൊഴിച്ച കണ്ണീരൊക്കെ മുകളിൽ കിടപ്പുണ്ട്. ഒരു ചായക്കാശിന് നിർവാഹമില്ലാതെ ഇതുവഴി തലങ്ങും വിലങ്ങും നടന്ന് സുവിശേഷം അറിയിച്ച പേരും പെരുമയുമില്ലാത്ത, ഫ്ലെക്സിൽ പേര് വരാത്ത, നോട്ടീസിൽ പേര് വരാത്ത നൂറുകണക്കിന് മനുഷ്യര് അന്ന് പ്രസംഗിച്ച്, അന്ന് പ്രാർത്ഥിച്ച് രൂപപ്പെടുത്തി അവരിട്ട വചനത്തിന്റെ വിത്തുകളാണ് ഇന്ന് ഫലം കായ്ച്ച് ഒരു വലിയ ജനാവലിയായി എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ മഹാസമുദ്രം. ഒന്നുറപ്പ, ഇന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്നതിന് ഒരു ഫലം കാണുന്ന കാലം വരുന്നുണ്ട്. അതിന്നല്ലെങ്കിൽ നാളെയെങ്കിൽ വലിയൊരു മഴയുടെ മുഴക്കമുണ്ട്. ഇതുവരെ കാണാത്ത ഒരു വലിയ ജനാവലിയുടെ മഹാസമുദ്രത്തിന്റെ അലയൊലികൾ നാളെ ഈ തീരത്തുണ്ടാകുമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിച്ച ഈ വചനം ഇന്ന് രാത്രിയും പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ ദിവസം എന്ത് കിട്ടുമെന്നല്ല, നാളുകൾക്ക് വേണ്ടിയുള്ള വലിയ കരുതലാണ് ഓരോ പ്രസംഗവും, ഓരോ പാട്ടും. ആ പാട്ടിലെല്ലാം മഹത്തര സന്ദേശമുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇരിക്കുന്ന ഒരു കാലത്തൊരു സംഭവം ഉണ്ടായി. കോട്ടയത്ത് ഹെൻറി ബേക്കർ എന്ന പേരായൊരു സുവിശേഷം വന്നു. ഹെൻറി ബേക്കർ ജൂനിയർ. അങ്ങനെ കോട്ടയത്തൊരു സ്ഥലമുണ്ട്, ബേക്കർ ജംഗ്ഷൻ. അപ്പോൾ ഈ മനുഷ്യൻ വള്ളത്തൊരു ഓഫീസൊക്കെ ഇട്ട് ജീവിക്കുക. അപ്പോൾ അന്നൊരു അടിമ, അയാളുടെ ഭാര്യ, 2 കുഞ്ഞുങ്ങൾ. മൂത്ത കുഞ്ഞിന് 7 വയസ്സാണ് പ്രായം. രണ്ടാമത്തെ കുഞ്ഞിന് 1.5 വയസ്സാണ്. അതൊരു പെണ്ണും മറ്റേ ആൺകുട്ടിയാണ്. അപ്പനെ അമ്മയും നാളെ വിൽക്കുക, കച്ചവടം ഉറപ്പിച്ചു. കുഞ്ഞുങ്ങളെ വേണ്ട, കാരണം ഇവരെ കൊണ്ട് വലിയ ചുറ്റിപ്പ ഇതിനെയൊക്കെ വളർത്തണ്ടേ. ഇവർ രണ്ടും വിറ്റു എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ചെറിയ കുടിലുകളിൽ അവർ പാർക്കുന്നത്. ഈ തൊട്ടടുത്ത കുടിലും അടിമകളാണ്. ഇവരൊക്കെ തമ്മിൽ ഭയങ്കര വാക്കിലേറ്റവും ഏറ്റുമുട്ടലും, ചിലപ്പോൾ കായികമായി തന്നെ ഏറ്റുമുട്ടിക്കളയും, തെറിയും വഴക്കൊക്കെ ഉണ്ട്. തൊട്ടടുത്തൊരു മഹാശല്യക്കാരനാണ് താമസിക്കുന്നത്. എന്നാലും നാളെ പോവില്ലേ, അയാളുടെ ഒരു വാക്ക് പറയാൻ വേണ്ടി ഭാര്യയും ഭർത്താവും ചെന്ന് വിളിച്ചു. അവൻ കുറുത്തനായിട്ട് തന്നെ ഇറങ്ങി വന്നു. ഇഷ്ടമില്ല ഇവരോട്. ഈ വന്ന മനുഷ്യർ പറഞ്ഞു, കൂട്ടുകാരാ, ഞങ്ങൾ നാളെ പോവും, ഞങ്ങളെ വിറ്റു, അങ്ങ് കൈനകരിക്ക് വിറ്റിരിക്കുക, കാടും പള്ളയൊക്കെ കടന്നു പോവും, നമ്മളിനി കാണില്ല. ഇന്നലെ വരെ തെറി വിളിച്ച് ആക്ഷേപിച്ച അടിമ
പൊട്ടിക്കരഞ്ഞ് താഴെ വന്നിട്ട് ഇവരെ കെട്ടിപ്പിടിച്ചു. നമ്മളൊത്തിരി വഴക്കടിച്ചിട്ടുണ്ട്, ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ പോവല്ലേ, സഹിക്കാൻ വയ്യ, പോവാ, കുഞ്ഞുങ്ങളെന്ത് ചെയ്യും? അപ്പോൾ ഈ സ്ത്രീ പൊട്ടിക്കരഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു, അതാ അറിയാൻ വയ്യാത്ത, ഇവർക്ക് എന്താകുമെന്നറിയില്ല, പോകാതിരിക്കാൻ വയ്യ. ഈ മനുഷ്യൻ പറയണേ, നിങ്ങൾ പൊക്കോ, ഞാനവരെ നോക്കും, എന്നെ വിൽക്കുന്നത് വരെ അല്ലെങ്കിൽ പ്രാണനുള്ളത് വരെ ഞങ്ങളെ തല്ലില്ല, വഴക്ക് പറയില്ല, ഞാൻ നോക്കിക്കൊള്ളാം, ധൈര്യമായിട്ട് പൊക്കോ. അയാളുടെ ഭാര്യയൊക്കെ വന്ന് ഈ കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിച്ചു. മരണവീട് പോലെ അന്ന് രാത്രി ഉറങ്ങാതെ നേരം വെളുപ്പിക്കുക. നേരം പുലർന്നു, 5 മണിക്ക് ഉണർന്നു. 1.5 വയസ്സുകാരിയെ തട്ടി ഉണർത്തി കുളിപ്പിച്ചു. 7 വയസ്സുകാരനെയും കുളിപ്പിച്ചു. 1.5 വയസ്സുകാരിക്ക് കുളിക്കാൻ മടി, അത് ഉറങ്ങുന്ന കുഞ്ഞല്ലേ. പക്ഷെ അമ്മ കുളിപ്പിച്ചു. കാരണം ഇനി ഒരിക്കലും കുളിക്കേണ്ടി വരില്ല, അമ്മ കുളിപ്പിക്കാനുണ്ടാവില്ല. പാലൂട്ടി, അത് പെട്ടെന്ന് ഉറങ്ങിപ്പോയി വീണ്ടും. എന്നിട്ടും അമ്മ തട്ടി ഉണർത്തി പാലൂട്ടി. കാരണം ഇനി അമ്മയ്ക്ക് ഈ കുഞ്ഞിന് പാല് കൊടുക്കാനാവില്ല. എന്നേക്കും വിട പറയുക, പോകാൻ തുടങ്ങുക. എന്തീ പറഞ്ഞേ? പിറ്റേന്ന് നേരം വെളുത്തു. അമ്മ കുഞ്ഞുങ്ങളെ ഇവരുടെ കയ്യിൽ ഏൽപ്പിച്ച് പോകുമ്പോൾ മൂത്ത 7 വയസ്സുകാരന് ഇവരുന്ന് കൂടെ കുറേ പോകണമെന്നൊരാഗ്രഹം. രണ്ടാളും അടിമകൾ 2 പേരും ഈ കുഞ്ഞിനെ എടുത്ത് പിന്നാലെ പോയവരുടെ കൂടെ. തിരുനക്കര ചന്തയിൽ ഈ അമ്മയ്ക്കൊറ്റ പ്രാർത്ഥന, തൊട്ടപ്പുറത്ത് ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അടുത്ത വീട്ടിലെ ചേട്ടനും ഭാര്യയുണ്ട്. കുഞ്ഞുണരല്ലേ, കരയരുതേ. പക്ഷേ പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചു. കുഞ്ഞുണർന്നു, കരഞ്ഞു. ഒച്ച കൊട്ടിയപ്പോൾ മാതൃഹൃദയം വിറങ്ങലിച്ചു. പുതുതായി തന്നെ വിലയ്ക്ക് വാങ്ങിയ തമ്പ്രാൻ്റെ അടുത്തിൽ പറഞ്ഞു, യജമാനനെ, അടിയൻ്റെ കുഞ്ഞാത്, അവസാനം ഒന്ന് പാലൂട്ടി, ഒന്ന് ഉറക്കാൻ 1 നിമിഷം. ഏയ്, അതൊന്നും ലഭിക്കുകയില്ല, പോകാൻ റെഡിയാകും, ദൂരെ പോകണം. ആ സ്ത്രീ ഉച്ചത്തിൽ കരഞ്ഞു. അതുവരെ പിടിച്ചു നിന്ന പുരുഷനും കരഞ്ഞു. കുഞ്ഞുങ്ങളെങ്ങനെ ടാറ്റയൊക്കെ കാണിച്ച് അങ്ങോട്ട് പോകുന്ന രംഗം നിങ്ങളൊന്ന് ആലോചിച്ചേ. ജോലിക്ക് പോകാൻ നമ്മൾ നെടുമ്പാശ്ശേരി ചെന്നേ, മക്കളുടെ മുഖത്തേക്ക് നോക്കുന്നൊരു വേദനയില്ലേ, അതിൻ്റെ 1000 മടങ്ങ് വേദന ഒരിക്കലും കാണില്ല അവർ. ഒരു 100 കൊല്ലം മുമ്പ് കേരളത്തിൽ നടന്ന സംഭവമാണ് പറയുന്നേ. പ്രിയപ്പെട്ടവരെ, ഈ കരച്ചിൽ കേട്ട് അതുവഴി അവിചാരിതമായി വന്ന ഹെൻറി ബേക്കർ കാര്യം അന്വേഷിച്ചപ്പോൾ ആരോ പറഞ്ഞു, സാറേ ഇതൊക്കെ ഇവിടെ പതിവാ. എന്നാലും കാര്യം പറ. കാര്യം കേട്ടു. പുതുതായി വിലയ്ക്ക് വാങ്ങി യജമാനൻ്റെ അടുത്ത് ചെന്നു. കാര്യങ്ങൾ കേട്ടറിഞ്ഞിട്ട് പറഞ്ഞു, ഇവരുടെ വില പറ. വലിയ ലാഭം കിട്ടുന്നൊരു വില പറഞ്ഞു. ആ വില കൊടുത്ത് അപ്പനെ അമ്മയും വാങ്ങി 2 പിഞ്ചും കുഞ്ഞുങ്ങളെയും കൂടെ ചേർത്ത് പള്ളത്തുള്ള മിഷൻ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അവർക്ക് ആഹാരം കൊടുത്ത് കുളിപ്പിച്ചു വൃത്തിയാക്കി, വസ്ത്രം കൊടുത്ത് കൂടെ നിർത്തി, ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിച്ചു. മദ്രാസ് യൂണിവേഴ്സിറ്റിയൊക്കെ അന്നുണ്ട്, പ്രസിഡൻസി കോളേജ്, അവിടെയൊക്കെ അയച്ച് പഠിപ്പിച്ച് ജീവിതത്തിൽ സ്വപ്നം കാണാൻ കഴിയാത്ത വഴിയിലൂടെ തീർച്ചയായും ഒരു കാലത്ത് ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. ഈ രാജ്യത്തിന് മാറ്റം വരുത്താൻ വേണ്ടി ഇങ്ങനെ പണിയെടുത്ത വിമോചനത്തിന്റെ സന്ദേശമാണ് ഈ സുവിശേഷമെന്ന് ഞങ്ങൾ പറയുമ്പോൾ, പാൽപ്പൊടിയുടെ സന്ദേശത്തിൽ അതാവശ്യമായി ചിലരുടെ അന്നത്തെ ജീവിതകഥകളുടെ കണ്ണീരുണ്ടെങ്കിൽ ആ കണ്ണീര് പ്രതികാരമായി തീരാതെ, പ്രതിഷേധമായി തീരാതെ, ആ മറ്റൊരു നിലയിൽ അവരെ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥാവിശേഷത്തിലേക്ക് അവരെ ഉദ്ബോധിപ്പിച്ചു കൊണ്ടുവന്ന ഉജ്ജ്വലവും മഹത്തരവുമായ സേവനത്തിന്റെ ചരിത്രമാ സുവിശേഷത്തിന് പറയാനുള്ളത്. സ്തോത്രം. ഒത്തിരി അനുഭവങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ വന്നാൽ ചില സ്ഥലനാമങ്ങൾ കേൾക്കണ്ടേ? കണ്ണൻചിറ, ചങ്ങനാശ്ശേരി, ചാത്തങ്കേരി, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. എന്താ സംഭവം? വലിയ വയലുകൾ, ആ വയലുകളിൽ വെള്ളം നിറയും. വയലുകളിൽ വെള്ളം നിറയുമ്പോൾ അശാസ്ത്രീയമായി ഈ ബണ്ടുകൾ തകർന്ന് അടുത്തടുത്ത വയലുകളിലേക്ക് വെള്ളമിറങ്ങും. വലിയ കൃഷിനാശമുണ്ടാകും. ഈ കൃഷിനാശമുണ്ടാകുമ്പോൾ അതിൻ്റെ കാരണം തേടി പോകുന്ന എവിടേക്കാണെന്നറിയണ്ടേ?
പ്രശ്നം കണ്ടുപിടിച്ച് പരിഹാരം പറയുന്നൊരു മാന്ത്രികനെ തേടും. അയാൾ വീട്ടിൽ വരും, പന്തം ജ്വലിപ്പിക്കും, അദ്ദേഹം പലതരം കളം വരയ്ക്കും, മന്ത്രതന്ത്ര ഉച്ചാരണങ്ങൾക്കൊടുവിൽ പറയും, ഈ മണ്ണ് രക്തത്തിന് നിലവിളിക്കുന്നു, ഈ മണ്ണിലേക്കൊരു ജീവനുള്ള മനുഷ്യന്റെ ചോര കൊടുക്കണം, ഒരുവനെ ഗുരുതി കൊടുക്കണം, ബലി കൊടുക്കണം. എങ്ങനെയാ ബലി കൊടുക്കുന്ന അറിയണ്ടേ? ഈ വയലിന്റെ പരിസരത്ത് ഈ ആളുകളെ കൊണ്ടുവന്ന് നിർത്തും. ബണ്ടുറക്കുക എന്നതിന് പേര് പറയുക. കവികളൊക്കെ ഇതേപ്പറ്റി എഴുതിയിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. ബണ്ടുറക്കുന്നതിന്റെ ഭാഗമായി ഈ മനുഷ്യനോടൊരു കുഴിയെടുക്കാൻ പറയും. കുഴിയെടുത്ത് കരയ്ക്ക് കരി, യജമാനെ പറഞ്ഞ അളവിൽ കുഴി തീർന്നു എന്ന് പറയും. അപ്പോഴേക്കും ഇവൻ കുഴിയെടുത്ത ഏതെങ്കിലും ഒരു ഉപകരണം അതിലേക്ക് ഇട്ടിട്ട് അതിന് തിരിച്ചെടുക്ക്, നീ എടുത്തുകൊണ്ട് വരാൻ പറയും. അതെടുക്കാൻ ഇറങ്ങുന്ന മനുഷ്യന്റെ ശരീരത്തിലേക്ക് വലിയ കല്ലുകൾ ഉരുട്ടും, മണ്ണെടുത്തിടും. ആ മനുഷ്യൻ ജീവനോട് അതിനകത്ത് ഹോമിക്കപ്പെടും. അങ്ങനെ ബണ്ടുറയ്ക്കുവാൻ വേണ്ടി മനുഷ്യന്റെ രക്തം ഗുരുതി കൊടുത്ത ചരിത്രമുള്ളത് കൊണ്ട് ആ ചീരൻ എന്നൊരു മനുഷ്യനെ ചവിട്ടിത്താഴ്ത്തി ആ കണ്ടത്തിന് ചീരഞ്ചിറ എന്ന് പേര് വന്നോ? കണ്ണനെ ചവിട്ടിത്താഴ്ത്തി ഇടത്തിന് കണ്ണഞ്ചിറ എന്ന് പേര് വന്നോ? ചാത്തനെ ചവിട്ടിത്താഴ്ത്തി ഇടമുണ്ട്. ഇങ്ങനെ നൂറുകണക്കിന് മനുഷ്യരുടെ ജീവരക്തം ഈ മണ്ണിൽ ഇങ്ങനെ ലയിച്ചു ചേർന്ന് അന്ധവിശ്വാസങ്ങളുടെയും ദുരാചാരങ്ങളുടെയും ആവർത്തനങ്ങളായി കേരള ചരിത്രം രൂപപ്പെട്ടപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിന് വിലയുണ്ടെന്നും ഒരിക്കലും നശിക്കാത്ത ആത്മാവുണ്ടെന്നും യാതൊരു മനുഷ്യന്റെയും ആത്മാവിന് കൂടുതലോ കുറഞ്ഞതോ ആയ വിലയില്ലെന്നും മാനവികമായ മൂല്യമുണ്ടെന്നും മലയാളി സമൂഹത്തെ പഠിപ്പിച്ചത് ഈ സുവിശേഷത്തിന്റെ പ്രഭാഷകരാ. അതിനു മുമ്പ് ചരിത്രത്തിൽ എവിടെയും അത് കാണാൻ സാധിക്കില്ലെങ്കിൽ വറ്റിവരേണ്ട അത്തരം ജീവിതങ്ങളെ നോക്കിക്കൊണ്ട് അവർക്ക് ഭാവിയുണ്ടെന്ന് പറയാനുള്ള ആത്മാർത്ഥയുടെ സന്ദേശമാണ് സുവിശേഷം. അതുകൊണ്ട് സുവിശേഷത്തിന്റെ പ്രഘോഷണം ജീവൽ പരിസരങ്ങളിൽ തകർന്നടിഞ്ഞ മനുഷ്യന്റെ ആ വ്യതകളിൽ കണ്ണീരിൽ അവരോടൊപ്പം നിന്ന സന്ദേശമാണെങ്കിൽ ഞാൻ ഇന്ന് പര്യവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ രാജ്യത്ത് മഹത്തരമായ അനവധി ചിന്തകളുണ്ട്, എനിക്ക് സംശയമില്ല. ആദരണരായ അനവധി ദാർശനികരുണ്ട്, എനിക്ക് സംശയമില്ല. യാതൊരു സംശയം എനിക്ക് അക്കാര്യത്തിലില്ല. മഹത്തരമായ കലാശാലകളുണ്ടായിരുന്നു, സംശയമില്ല. പക്ഷെ എൻ്റെ ചോദ്യം, അധ്വാനിക്കുന്ന മനുഷ്യനെ, കഷ്ടപ്പെടുന്ന മനുഷ്യനെ, അന്നം വിളയിക്കുന്ന മനുഷ്യനെ മനുഷ്യനായി കണ്ട ഒറ്റ തത്വസംഹിതയും ഒറ്റ ആശയവും അവിടെ എങ്ങും കഴിയാതിരുന്നപ്പോൾ ഈ ബൈബിൾ വെളിപ്പെടുത്തുന്ന നസറായനായ യേശു, മുമ്പ് ഞാൻ സൂചിപ്പിച്ച ഗലീല കടൽക്കരയിൽ മത്സ്യബന്ധന തൊഴിൽ ഏർപ്പെട്ട് പണി കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന മനുഷ്യരെ നോക്കിക്കൊണ്ട് ആത്മാർത്ഥത കരം നീട്ടിട്ട് പറയുക, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അരികിൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു പറഞ്ഞ ഒരൊറ്റ ഉലക ഗുരുവേ ലോകത്തിലുള്ളൂ. തനിക്ക് മുമ്പും പിമ്പും അങ്ങനെ ഒരാൾ ഇല്ലെങ്കിൽ ആ നസ്രായനായ യേശുവിനെ ഈ രാത്രി ഈ ഭാരതപ്പുഴ കൺവെൻഷനിൽ അധൈര്യനായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഞങ്ങൾ ആവർത്തിക്കുന്നു, മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിന്റെ നാമം. ബഹുമാനരെ, പറ്റിവരേണ്ട കടല ഇതെന്ന് മാറും. ഈ അവസ്ഥയ്ക്കെന്ന് മാറ്റം വരും. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നല്ല വീടുണ്ട്, വാഹനമുണ്ട്, വീട്ടിൽ ഭക്ഷണമുണ്ട്, മക്കൾക്ക് ജോലിയുണ്ട്, സന്തോഷമില്ല. ഇരുട്ട് മൂടിക്കിടക്കുന്ന എത്രയെത്ര വീടുകൾ, ദുർമരണം സംഭവിച്ച എത്രയെത്ര വീടുകൾ, പരാതികത്തിൻ്റെ ആവർത്തനമായി എത്രയെത്ര വീടുകൾ. ഈ ഇരുട്ടിനെ നശിപ്പിക്കാൻ നിങ്ങൾ ചെയ്യുന്ന കർമ്മകാണ്ഡങ്ങളിലെ ഒരു പ്രവൃത്തിക്കും സാധിക്കില്ല എന്ന് കാലം തെളിയിച്ചിട്ടുണ്ട്. മനുഷ്യനെ ഗുരുതി കൊടുത്തുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്താമെന്ന് ചിന്തിച്ച എത്രയെത്ര ഇടങ്ങൾ അടുത്ത കാലത്തും കണ്ടു. ഒരു റിട്ടയേർഡ് പോലീസ് ഓഫീസറാ, അത്രയും അറിവുള്ളയാളാ. അദ്ദേഹമാണൊരു സ്ത്രീയെ വീട്ടിൽ കൊണ്ടുവന്ന് ഹോമം ചെയ്യുന്നു, ഗുരുതി കഴിക്കുന്നു. ആ വാർത്ത മലയാളി വേദനയോടാ കേട്ടത്. ജീവിതത്തിലെ അനൈശ്വര്യങ്ങൾ മാറിപ്പോയി സന്തോഷം ലഭിക്കാൻ വേണ്ടി ഇത്രയും അറിവുള്ളൊരു മനുഷ്യന് പോലും കേരളക്കരയിൽ ഇങ്ങനെ പ്രവർത്തിക്കേണ്ടി വരുന്ന അതിന്റെ പിന്നിലെ ചേതോവികാരം എന്താ? പഠിക്കണം പ്രിയപ്പെട്ടവരെ. ഈ അവസ്ഥക്കൊക്കെ മാറ്റം ലോകത്തിന്റെ 5 വൻകരകളെയും വരുത്തിയത് സുവിശേഷമാണ്. കാരണം അറിവും അനുഭവവും ജീവിതത്തിലേക്ക് വന്നപ്പോൾ, ദൈവത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിച്ചപ്പോൾ, ദൈവം അത്തരം ഒരു ക്രൂരനല്ലെന്നും തന്റെ സൃഷ്ടിയായ മനുഷ്യന്റെ ചോര കണ്ട് ആത്മാർത്ഥതയോടെ അത് കണ്ട് സ്വീകരിക്കുന്ന ആളല്ലെന്നും മനുഷ്യരാശിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് ഈ വെളിച്ചം ലോകത്തിൽ പകരപ്പെട്ടപ്പോഴാ. അതുകൊണ്ട് ഞങ്ങൾ പറയാറുണ്ട്, 80 ഇന്ത്യൻ ഭാഷകൾക്ക് നിഘണ്ടു, 120 ഇന്ത്യൻ ഭാഷകൾക്ക് വ്യാകരണം, അത് നൽകിക്കൊണ്ടും ലോകത്തെ ഇന്ത്യ മഹാരാജ്യത്തിലെ അറിവിന്റെ വെളിച്ചത്തിലേക്ക് നയിച്ചത് യേശുവിന്റെ അനുഗാമികളാ. അതുകൊണ്ട് സുവിശേഷം എവിടെ ചെല്ലുന്നുവോ അവിടെ അറിവിന്റെ വലിയ തീജ്വാലകൾ ആളിക്കത്തും. ആ ആളിക്കത്തലിൽ അന്ധകാരത്തിന്റെ ശക്തികൾക്ക് ഇരിക്കാൻ കഴിയില്ല. അവ എന്നേക്കും നിഷ്കരുണം നശിപ്പിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, വചനത്തിൽ കൊണ്ടു വരാം. ഞാൻ അകത്തും പുറത്തുമുള്ള എൻ്റെ സഹോദരങ്ങൾ ഒരുപോലെ സംസാരിക്കുക. അതുകൊണ്ട് വചനത്തിൻ്റെ ഉള്ളടക്കം ആ വിധത്തിലാണ് പരിമിതപ്പെടുത്തിയത്. എങ്കിലും ആ ഉള്ളടക്കത്തിലൂടെ നമുക്ക് സമാപിക്കാം. നമ്മൾ കണ്ടു വരണ്ട ചാവുകടൽ, ആ വെള്ളം ഒന്നിനും കൊള്ളില്ല.
എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. ഇതുപോലെയാണ് നമ്മുടെ പല വീടുകൾ, പല വ്യക്തികൾ. പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു. ഇനി ജയിക്കില്ല, ഇനി ഒരടി മുമ്പോട്ട് പോകാനൊപ്പില്ല. കേട്ട ശബ്ദം മുഴുവൻ ഇവിടം കൊണ്ട് തീർന്നു. ഒരു ഭാരവും വേണ്ട. ഞങ്ങൾ ആത്മാർത്ഥമായി പറയാം, നിങ്ങൾക്കായി ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കും. ഉറപ്പ് ഒരു വിടുതൽ അവിടെയുണ്ട്, ഉറപ്പൊരു സൗഖ്യം അവിടെയുണ്ട്. അതിന് പണം മുടക്കേണ്ട മതി. അതിന് നിങ്ങൾ ഒരു കർമ്മവും അനുഷ്ഠിക്കേണ്ട. നിങ്ങളതിന് ഏതെങ്കിലും തരത്തിൽ ചിലവഴിക്കേണ്ട ഒരു കാര്യവുമില്ല. അതിന് സമയവും നാഴികയും കണ്ടെത്തേണ്ട. അത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കഴിവല്ല, പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ആ ശക്തമായ ഇടപെടലാ, ആ ശക്തമായ കരത്തിൻ്റെ വൈഭവമാണ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ചാവുകടൽ കണ്ട് ഇവിടെ ഒന്നും നടക്കില്ല എന്ന് ചിന്തിച്ചപ്പോൾ പ്രവാചകൻ ദൂതറിയിക്കുക, അങ്ങനെയല്ല, ഇതിനൊരു മാറ്റം വരുന്ന ഒരു ദിവസമുണ്ട്. ഇത് പറയുന്ന മനുഷ്യൻ്റെ ഒരു അവസ്ഥ കേൾക്കണ്ടേ? അദ്ദേഹവും ഒരടിമയായി പിടിക്കപ്പെട്ട് നമ്മളിന്ന് ഇറാഖ് എന്ന് വിളിക്കുന്ന രാജ്യത്തേക്ക് അടിമയായി പോയിരിക്കുക. ആ സ്ഥലത്തില്ല. ഇദ്ദേഹം ഒരു പുരോഹിതനാണ്. ബാക്കി രാജകുലത്തിൽ ശ്രേഷ്ഠന്മാരായ കുട്ടികളൊക്കെ ഔദ്യോഗിക ആവശ്യത്തിനു വേണ്ടി എടുത്തു. ഈ മനുഷ്യൻ ഇങ്ങനെ വലിയ മുള്ളുകമ്പി വലിച്ചു കിട്ടിയ വലിയ ക്യാമ്പിനുള്ളിൽ പണിയെടുക്കുന്ന മറ്റു മനുഷ്യർക്കൊപ്പമാണ്. അവരെ ചാട്ടക്കടിക്കും, കഠിനമായ ജോലി ചെയ്യിക്കും. ഇറാഖിലെ കനാലുകൾ കീറാൻ, തോടുകൾ വൃത്തിയാക്കാൻ, റോഡുകൾ വെട്ടാൻ കഠിനമായ ഊഴിയവേലയ്ക്ക് കൊണ്ടുവരികയാണ്. ഊഴിയവേല, ആ വാക്കിൻ്റെ അർത്ഥം ഭക്ഷണം കൊടുക്കുക, ജോലി ചെയ്യിക്കുക, കൂലിയൊന്നുമില്ല. ആ കൂടെ ഒരു പുരോഹിതൻ യെരൂശലേം ദേവാലയത്തിൻ്റെ മഹിമ കണ്ടറിഞ്ഞ ഒരു മനുഷ്യനെയും പിടിച്ച് ദേവാലയം തച്ചുടച്ച് ദേവാലയം കൊള്ളയടിച്ച് ഇയാളെയും കൊണ്ട് അവിടെ ഇട്ടിരിക്കുകയാണ്. പക്ഷെ ആ മനുഷ്യൻ പ്രതീക്ഷ കൈവിട്ടില്ല. അതാ തിരുവെഴുത്തിൻ്റെ ശക്തി. ഏത് ശൂന്യതയ്ക്കുള്ളിലും പ്രതീക്ഷ കൈവിടാത്ത ഭക്തൻ്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ നീങ്ങിപ്പോകാത്ത ഒരു വൈതരണികളുമില്ല, ഒരു പ്രതിസന്ധിയുമില്ല. പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ പതറിപ്പോകാത്ത, ചിതറിപ്പോകാത്ത ഒരു ദുരാരോപണവുമില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് ജയിക്കണം. എന്ത് സംഭവിച്ചു? അദ്ദേഹം കണ്ടൊരു കാഴ്ചയാണ് ഇന്ന് വായിച്ച വചനം. അദ്ദേഹം പറയാം, ഞാൻ ഒരാലയം കണ്ടു. ആലയത്തിൻ്റെ ഉമ്മറപ്പടിയിൽ നിന്നൊരു ജലാശയം അതിങ്ങനെ നേരി ഒഴുക. സത്യത്തിൽ ഇദ്ദേഹം ഇത് കാണുമ്പോൾ യഥാർത്ഥ ദേവാലയം കിങ് നെബൂഖദ്നേസർ തച്ചുടച്ച് തരിപ്പണമാക്കി അതിനകം കൊള്ളയടിച്ച് അതിൻ്റെ കല്ലുകൾ പോലും പിഴുതെറുതി മാറ്റത്തക്ക വിധം നശിപ്പിച്ചിട്ടിരിക്കുക. പക്ഷെ പ്രാർത്ഥിക്കുന്നവന് ദേവാലയമല്ല വലുത്. ഇന്ന് രാത്രി ഇവിടെ ദേവാലയത്തിലും വലിയവൻ പ്രാർത്ഥിക്കുന്നവൻ്റെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്നതിൻ്റെ മുമ്പിൽ സർവശക്തന്റെ സാന്നിധ്യം ദേവാലയത്തിലും വലിയവനായവൻ നമ്മുടെ മധ്യത്തിലുണ്ട്. പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു പുരുഷൻ, ഒരു ദൂതൻ, ഒരു ദർശനം കാണുകയാണ് ഈ മനുഷ്യൻ. ഒരു പുരുഷൻ കയ്യിലൊരു അളവ് ചരട്, ആ അളവ് ചരട് കയ്യിലെടുത്തിട്ട് ആ ചരട് കൊണ്ട് 1000 മുഴം അളക്കുന്നു. ഈ ജലധാര മുമ്പോട്ടൊഴുകി വെള്ളം പുറപ്പെട്ടു വന്നു. കാല് നനയാനുള്ള വെള്ളം. അതന്നെ ഒരു സുഖമാണ്. ചൂടുള്ള ഘട്ടത്തിൽ കാല് നനയാനുള്ള വെള്ളം. ആശ്വസിച്ചിരിക്കുന്ന ഹെസക്കേലിനോട് പറയുക, ഇതുകൊണ്ടൊന്നും കാര്യമില്ല മോനെ, ശ്രദ്ധിച്ചേ. പിന്നെയും 1000 മുഴം വെള്ളം, മുട്ടോളം വെള്ളം എത്തിയപ്പോൾ തന്നെ പ്രതീക്ഷയ്ക്കപ്പുറത്താ. ഞാൻ കാലൊന്നും നനഞ്ഞു കിട്ടാൻ ആഗ്രഹിച്ചേ, നീ മുട്ടോളം വെള്ളം തന്നിരിക്കുന്നു. പിന്നെയും ദൂതൻ 1000 മുഴം. അരവരെ വെള്ളമെത്തിയപ്പോൾ അദ്ദേഹം പറയുക, ചിന്തിക്കുക, തമ്പുരാനെ, ഈ കനത്ത വേനലൊന്ന് മാറിക്കിട്ടാൻ ആഗ്രഹിച്ചു. ഇപ്പോൾ എൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു തുടങ്ങി. കാലുയർത്തുമ്പോഴൊക്കെ നിയന്ത്രണം മാറി മാറി വരുന്നു. 1000 മുഴം വീണ്ടും വളർന്നപ്പോൾ വെള്ളം നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ഒരു മഹാനദി. ഈ നദി ഒഴുകി ഒഴുകി വചനം പറയുക, കിഴക്ക് അരാബയിലേക്കൊഴുകി. അറേബ്യയാണ്. ആ ജലാശയം വന്ന് ഈ ചാവ് കടലിൽ പതിച്ചു. ചാവുകടലിൻ്റെ വെള്ളം ഉയർന്നുയർന്നു വന്നിട്ട് ചലനശേഷി നഷ്ടപ്പെട്ട സകല പ്രാണികളും ശക്തി കൈവരിച്ച് വീണ്ടും ഇതിനകത്ത് തുടിക്കാൻ തുടങ്ങി. എന്താ മനസ്സിലായി?
വറ്റി വരണ്ടുണങ്ങിയ ചാവുകടലിലേക്കും ഒരാത്മനദിയുടെ പ്രവാഹം ഇന്ന് രാത്രി പുറപ്പെട്ടു വന്നാൽ ഏറ്റവും മോശപ്പെട്ട വെള്ളവും പരിവർത്തനത്തിന് വിധേയമായി അതിനെ പാടെ മാറ്റിക്കൊണ്ട് ഗുണകരമായ ഒരു റിസൾട്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് ഈ തിരുവെഴുത്താഴത്തിൽ നമുക്ക് ബോധ്യം തരുന്നു. ഇതാ പ്രവർത്തിക്കുന്നൊരു ദൈവം, ഇടപെടുന്നൊരു ദൈവം. ഈ പ്രവചനത്തിൻ്റെ നിവൃത്തി ഞാൻ പ്രസംഗിക്കുന്ന ഇന്ന് രാത്രി അല്ല സംഭവിക്കുന്നത്. യേശുവിൻ്റെ പുനരാഗമനത്തോട് ബന്ധപ്പെട്ട് 1000 ആണ്ട് വാഴ്ചയിൽ ഇത്തരമൊരു ദേവാലയം കാണുമെന്നും ആ ദേവാലയത്തിൻ്റെ മുമ്പിൽ നിന്ന് ഒരു പ്രവാഹം ഇങ്ങനെ രൂപപ്പെടുമെന്നും ആ നദി ചാവുകടലിൽ ചെന്നീർന്നിട്ട് ചലിക്കുന്ന പ്രാണികൾ എഴുന്നേൽക്കുമെന്നും ഈ വചനം പഠിപ്പിച്ച് നഷ്ടപ്പെട്ടു പോയ ആ ദേവാലയത്തിൻ്റെ പ്രതാപത്തെക്കാൾ ലഭിക്കാനിരിക്കുന്ന ശ്രേഷ്ഠതയിൽ വിശ്വസിക്കാൻ ഈ ആലോചന അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. പ്രവാചകൻ ആനന്ദ നിർഭരമായൊരവസ്ഥയിലെത്തി. ഇന്ന് രാത്രി ഇത്തരം ചില കാഴ്ചകൾക്ക് ചിലരകക്കണ്ണുകൾ തുറക്കട്ടെ, ഹൃദയം ത്രസിക്കട്ടെ. ഞാൻ പ്രാർത്ഥനയ്ക്ക് ഗുണം ചെയ്യുന്ന ഒരു സംഭവ കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം. പാടുന്നെങ്കിൽ പാടുവാനും തയ്യാറെടുക്കാം. പ്രിയ സഹോദരങ്ങളെ, പാട്ടുകൾ കൂടി പ്രയോജനപ്പെടുന്ന ഒരു കഥയാണ് പറയുക. എസക്കേലിൻ്റെ അവസ്ഥയിൽ നിന്ന് അടിമയാണ്, കൈകാലികൾ ബന്ധിച്ചിട്ടുണ്ട്, അടിമകൾക്കിടയിൽ ഇരുത്തിയിരിക്കുക, എല്ലാവരും കൈവിട്ടപ്പെട്ട അവസ്ഥയാണ്. പക്ഷെ സ്വർഗം തുറന്നിരിക്കുന്ന മനോഞ്ജല കാഴ്ച കൊണ്ട് വേദനകളെ മുഴുവൻ മായ്ച്ചു കളഞ്ഞിട്ട് ഒരു വലിയ നദീപ്രവാഹം ദാ ദൈവകൃപയായി നിന്റെ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് പ്രചോദനം കൊടുത്തിട്ട് ആ ദേശത്ത് ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവ ഇടപെടലാണ് കണ്ടതെങ്കിൽ അതിന് സമാനമായ ഒരനുഭവം. ഒരിക്കൽ വഴിയോരത്തിരുന്ന് പാട്ടുപാടി ഭിക്ഷയാചിക്കുന്ന ഒരു തെരുവ് ഗായകനുണ്ടായിരുന്നു. കയ്യിൽ ശ്രുതിപ്പെട്ടിയൊക്കെ ഉണ്ട്, മുഷിഞ്ഞ വസ്ത്ര, ഒട്ടിയ കവിളുകൾ, കുഴിഞ്ഞ കണ്ണ്. വളരെ മനോഹരമാണ് അയാളുടെ പാട്ട്. അവിചാരിതമായി അതുവഴി രാജാവ് വന്നു. രാജാവ് ഈ പാട്ട് കേട്ടു. രാജാവിന് ഈ പാട്ട് ഇഷ്ടമായി. രാജാവ് മന്ത്രിയോട് പറഞ്ഞു, അവനെ കൊണ്ടുവരണം, എനിക്ക് ഈ പാട്ട് എപ്പോഴും കേൾക്കണം. ഇവൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ്, നീ റെഡിയാകുക. രാജാവ് വിളിക്കുന്നു. പിന്നെ വൃത്തിയാകണം, രാജസദസ്സിലിരിക്കാനുള്ള. അവന് നല്ല വസ്ത്രം കൊടുത്തു, ശുദ്ധനാക്കി വൃത്തിയാക്കിക്കൊണ്ട് കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞു, ഞാൻ താടിയും മുടിയൊക്കെ വൃത്തിയാക്കാം, വസ്ത്രം പുതിയ ധരിക്കാം, ഈ ശ്രുതിപ്പെട്ടി കളയാൻ അടിയനോട് പറയരുതേ, ഇതെൻ്റെ പ്രാണനാ, ഒഴിവാക്കാൻ പറയില്ലേ? ഇല്ല, വന്നാട്ടെ. അവനതും കൊണ്ട് കൊട്ടാരത്തിലെത്തിയൊരു പാട്ട് പാടി. പാട്ട് കേട്ടപ്പോൾ രാജാവ് പറഞ്ഞു, നീ എങ്ങും പോകണ്ട, ഇവിടുന്ന് പാടിയാൽ മതി. ജാനനെ, ഈ പാട്ട് കേട്ട ആളുകൾ എറിഞ്ഞു തരുന്ന നാണയത്തുട്ട ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ ഉപജീവനം. അവരുണ്ട് യജമാനനെ. രാജാവ് പറഞ്ഞു, പേടിക്കണ്ട, അവർ ഇനി ഇവിടെയാ. ഞാൻ നിന്നെ മൊത്തം ഇങ്ങെടുത്തു, നീ എനിക്കുള്ളവനാ. അത് കേട്ട ഈ മനുഷ്യൻ പറയാണ്, അങ്ങനെയെങ്കിൽ ഇനിയുള്ള എൻ്റെ പാട്ട് മുഴുവൻ രാജാവേ നിന്നെക്കുറിച്ചാ, നിന്റെ രാജ്യത്തെക്കുറിച്ചാ. നീ മാത്രമായി എൻ്റെ പ്രമേയം, നീ മാത്രമായി എൻ്റെ ഉള്ളടക്കം. നിന്നെക്കുറിച്ച് ഞാനിനി പാടൂ. അയാൾ പാടി, കമ്പോസ് ചെയ്തു, നിരവധി പാട്ടുകൾ പാടി. അയാളുടെ രീതിയും ഭാവമൊക്കെ മാറിയില്ലേ? സുമുഖനായി, സുന്ദരനായി, കണ്ണുകൾക്ക് തിളക്കം, ശരീരം മെച്ചപ്പെട്ടു, പാട്ടും മെച്ചപ്പെട്ടു. പക്ഷെ ഒരു ദുരന്തം. തൊട്ടടുത്തൊരു നാട്ടുരാജ്യം ഈ രാജ്യത്തെ കയറി ആക്രമിക്കുക. സൈനികരൊക്കെ പോയി, തോൽവി ഏറ്റുവാങ്ങി ചില തിരിച്ചു വന്നു. നമ്മുടെ ഗായകൻ ഒരു ദിവസം രാജാവിന് മുഖം കാണിച്ചിട്ട് പറഞ്ഞു, പ്രഭോ, അടിയനും യുദ്ധക്കളത്തിലേക്ക് പോവാ, അങ്ങ് അയക്കണം. നിനക്ക് വാള് പിടിച്ച് ശീലമുണ്ടോ? അസ്ത്രം അയക്കാൻ അറിയോ? ഏയ്, അതൊന്നും അറിയില്ല. ഈ ശ്രുതിപ്പെട്ടിയാ എനിക്ക് ആകപ്പാടെ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഉപകരണം. അതിലൂടെ എൻ്റെ വിരൽ ചലിക്കും, അതിനപ്പുറത്തൊന്നും അറിയില്ല. പക്ഷെ ഒന്ന് ഞാൻ ചെയ്യും. യുദ്ധക്കളത്തിൽ നിൽക്കുന്ന എൻ്റെ സഹപ്രവർത്തകർ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ ദേശീയ ഗാനം പാടും.
ഞാനവരെ പാടി പ്രചോദിപ്പിച്ചയക്കും. അതെനിക്ക് പറ്റും. ക്ഷീണിച്ചുറങ്ങുന്നവനെയും ഞാൻ ഉണർത്തും. യജമാനനെ അയക്കണേ, പ്ലീസ് യജമാനനെ. ആ, പോയി വാ, വിജയം വരിച്ചു വാ. അവൻ ഒത്തിരി പാടി, അവർക്കെല്ലാം സന്തോഷം. പക്ഷെ അരുതാത്തത് സംഭവിച്ചു. യുദ്ധത്തിൽ നമ്മുടെ രാജ്യം തോറ്റു. അവനെ പിടിച്ചു. ആരോ പറഞ്ഞ് ഗായകനാ, അതുകൊണ്ടൊരു ചെറിയ വിട്ടുവീഴ്ച, കൊന്നില്ല. പക്ഷെ അവൻ്റെ കണ്ണ് രണ്ടും അങ്ങ് കുത്തിപ്പൊട്ടിച്ചു. പണ്ടങ്ങനൊക്കെയാണ്. ശത്രു രാജ്യത്ത് കൊണ്ടിരുത്തി. എന്നിട്ട് ഈ പിടിച്ചുകൊണ്ടുവന്ന മനുഷ്യർ പറഞ്ഞു, ആ രാജാവിനോട് പറഞ്ഞു, യജമാനനെ, യവൻ വലിയ പുള്ളിയാണ്, യവൻ നമ്മുടെ രാജ്യത്തെ പരിഹസിച്ചും അവരെ രാജ്യത്തെ ഉന്മേഷിപ്പിച്ചൊക്കെ പാടുക. അവൻ്റെ പാട്ടാ കുറേ നേരം ആ ജനത്തെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചേ. എന്തൊരു ആവേശം ഇവൻ്റെ പാട്ടുകൾക്ക്. അങ്ങനെയാണോ? നല്ല പക്വതയോടെ പുതിയ രാജാവ് പറഞ്ഞു, താനൊരു പാട്ട് പാട്. ഇത് കേട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, യജമാനനെ, ക്ഷമിക്കണം യജമാനനെ, എനിക്ക് മറ്റു പാട്ടൊന്നും വശമില്ല. എനിക്ക് എൻ്റെ രാജ്യത്തെക്കുറിച്ച് പാടാൻ അറിയൂ. മതി, ഒരു പാട്ടല്ലേ എന്ന് പാട്. ആ, കേട്ട മാത്രമല്ലേ. അവനിത് കയ്യിലെടുത്തു, പാട്ടങ്ങോട്ട് തുടങ്ങി. കണ്ണിന് കാഴ്ചയില്ല. പാട്ടങ്ങോട്ട് പാടി വരുമ്പോൾ അവനൊരു അബദ്ധം പറ്റി. ആ പാട്ടിൻ്റെ ക്ലൈമാക്സ് ഉണ്ടല്ലോ, ആ പരകോടിയിലേക്ക് വരുമ്പോൾ കോറസ് കൂടെ പാടുകയും ഒരു 3 താളവട്ടം കൃത്യം ഒരു മെഷർമെൻ്റ് അവന് കിട്ടണം. അവർക്കറിയാതില്ല. അവിടുന്ന് വേണം അടുത്ത ഒരു ഉച്ചസ്ഥായിൽ കയറി പാടണം. അതിങ്ങോട്ട് കയറി വന്നിട്ട് ഇടിച്ചങ്ങോട്ട് കയറണം. അതൊരിച്ചിരി പണിയുള്ള പരിപാടിയാണ്. പക്ഷേ ഈ ശത്രുരാജ്യത്ത് ആരാണ് ഇങ്ങനെ പിൻബലം കൊടുക്കാൻ? അവൻ അപ്പോൾ മാത്രം ഓർത്ത, ഞാൻ എൻ്റെ രാജ്യത്തല്ല, ഇവിടെ ഈ പാട്ട് ഇടിച്ചു നിൽക്കും, ഇനി ഒരടി എനിക്ക് മുമ്പോട്ട് വന്നാവില്ല. അവൻ നിരാശനായി പാട്ടവിടെ നിർത്താൻ പോവാ. ആ പാട്ടിൻ്റെ ക്ലൈമാക്സിൽ തൻ്റെ രാജ്യം ജയിക്കട്ടെ ജയിക്കട്ടെ, അഭംഗുരം മുന്നേറട്ടെ എന്ന് പറയുന്ന ആ പ്രചോദനത്തിൻ്റെ ശബ്ദമാ ഉള്ളിൽ ഓർത്തു. അതെനിക്കിനി പാടാൻ വയ്യല്ലോ, ഞാൻ എന്ത് ചെയ്യും? പക്ഷെ അമ്പരപ്പിക്കുന്നൊരു പ്രതികരണം. അവനെ പാടി ഇടിച്ചു മുറിയുന്ന ആ എൻഡിലേക്ക് കൊണ്ടുവരികയും അവനെ അമ്പരപ്പിച്ചുകൊണ്ട് ഒരു 3 താളവട്ടം കൃത്യം മെഷർമെൻറ്റിൽ ആ അക്ഷരക്കാലം കൃത്യം എയ്തിട്ടവൻ്റെ കയ്യിലേക്ക് കൊടുക്കുക ഒരാൾ. അവൻ ആ പാട്ട് ഇതുവരെ പാടാത്ത വിധത്തിൽ പാടി തൻ്റെ രാജ്യത്തിന് അഭിസംബോധന അഭിവാദ്യമർപ്പിച്ച് നിർത്തി. സ്വന്തം രാജ്യത്തിന്. പാട്ട് കഴിഞ്ഞപ്പോൾ അവൻ ചോദിച്ചു, കൂട്ടുകാരാ, ഞാൻ ശത്രുരാജ്യത്താണല്ലോ, ഈ പാട്ട് ഇത്ര കൃത്യമറിഞ്ഞ് ഈ അക്ഷരക്കാലം എറിഞ്ഞിട്ട് തന്ന ശത്രുപക്ഷത്ത് നിന്ന് എന്നെ പ്രോത്സാഹിപ്പിച്ച താങ്കൾ ആരാ? ഒന്ന് പറയുമോ? എനിക്കൊന്നറിയണം. മറുപടി ഏതൊരു മനുഷ്യനെയും വിഷമിപ്പിക്കും. പ്രിയപ്പെട്ട ഗായക, അത് മറ്റാരുമല്ല, നിന്റെ രാജാവാ, നിന്റെ സ്വന്തം രാജാവ്. എൻ്റെയും കണ്ണുകുത്തി പൊട്ടിച്ച് നിന്റെ തൊട്ടരികിൽ ഇരുത്തിയിട്ടുണ്ട്. ഞാനിവിടെ ഇരിക്കുമ്പോൾ നിനക്ക് പദവി വാഗ്ദാനം ചെയ്ത് ശത്രുരാജ്യം നിന്നെ ക്ഷണിക്കുക, നിന്നെ മുഴുവൻ അവർ പിടിച്ചെടുക്കാൻ ശ്രമിക്കുക. ആ ഘട്ടത്തിൽ അവിടെയും മറക്കാതെ നീ എന്നെക്കുറിച്ചൊരുത്ത് പാടിയപ്പോൾ വിലങ്ങണിഞ്ഞെൻ്റെ കൈകൾ അറിയാതെ നിനക്ക് വേണ്ടി ഈ അക്ഷരക്കാലം എറിഞ്ഞിട്ട് തരുന്ന 3 കൈത്താളം കൊണ്ട് പിൻഗമിച്ചു. എന്തതിൻ്റെ അർത്ഥം? ഏത് പ്രതിസന്ധിയിലും ഒപ്പം നിൽക്കുന്നൊരു രാജാവ് നമുക്കുണ്ട്, കൂടെ നിൽക്കുന്നൊരു രാജാവുണ്ട്. ഏത് തീച്ചൂളയിൽ ഇറങ്ങി വരുന്ന ഒരു രാജാവുണ്ട്, അഗ്നിയിൽ 4-മനായി ഇറങ്ങി വരുന്ന ഒരു മഹാദൈവമുണ്ട്, ഏത് വേദനയിലും ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. അടച്ചിട്ട ചുവരുകൾക്കകത്തിറങ്ങി വന്ന് നിനക്ക് സമാധാനം എന്ന് പറയുന്ന ഒരുവനുണ്ട്. വേദനിപ്പിക്കുന്ന ഒറ്റപ്പെടലിൽ കൂടെ നിൽക്കുന്ന ഒരു മഹാദൈവം. ആ ദൈവത്തെ ഈ രാത്രി അടുത്തറിയാൻ ആർക്ക് മനസ്സുണ്ട്? ഗുരു, എനിക്ക് നിന്റെ കൂടെ നിനക്കൊപ്പം നിൽക്കണം, അങ്ങയ്ക്കായി നിൽക്കണം, അങ്ങയുടെ മകളാകണം, അങ്ങയുടെ മകനാകണം, ആ പാദാന്തികം അണങ്ങണം, എനിക്കായി ഒന്ന് പ്രാർത്ഥിക്കണം. ആർക്ക് പറയാം? ഇന്ന് രാത്രി അങ്ങനെ ഒരാളെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും.
നിങ്ങൾക്കൊരു വിടുതൽ, ഒരു സൗഖ്യം, ഒരു അഭിവൃദ്ധി, അത് ജീവിതത്തിൽ ഉറപ്പ്. ഈ നസ്രായനെ കണ്ടെത്തുക വഴി പാപമോചനം സിദ്ധിച്ച ശുദ്ധ മനസാക്ഷി ഉറപ്പ് നിത്യത കരഗതമാക്കാനുള്ള ഈ ആഹ്വാനം കൈക്കൊണ്ട് ഞാൻ യേശുവിനായി എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് ആർക്ക് പറയാം? അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കരമുയർത്താം. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കാൻ ചില കരമുയർത്തുന്നു. നന്ദി. നിങ്ങൾ കരമുയർത്തിയത് വിദൂരങ്ങളിൽ ചിലത് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല, ഇരുട്ടിൽ ചിലത് കാണാൻ സാധിക്കുന്നില്ല. ചില കരങ്ങൾ ഉയർത്തപ്പെട്ടത് കാണുന്നു. ഉയർത്തപ്പെട്ട ആ കരങ്ങൾ നിങ്ങൾക്ക് താഴ്ത്തിയിടാം. പുതുതായി ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ യേശുവിനെ അനുധാവനം ചെയ്യുന്നു. ഈ ഉഷ്ണം തട്ടിയ ഈ വറ്റി വരേണ്ട ഇടത്ത് ഒരു സമൃദ്ധിയുടെ ഐശ്വര്യത്തിന്റെ അനുഭവങ്ങളെ തരാൻ കഴിയുന്ന ആ നസ്രായനെ അനുഗമിക്കാൻ തുനിയുന്നു. ആർക്കാഗ്രഹമുണ്ട്? ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. തീർച്ചയായും അങ്ങനെയുള്ള ആളുകൾ യോഗാനന്തരവും ഞങ്ങളെ സമീപിക്കാം. നിങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിച്ചേ മടങ്ങൂ. ഈ രാത്രി വചനം കേട്ട സകലരെയും സർവശക്തൻ ആശ്വസിപ്പിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയിൽ ഞാൻ ഉപസംഹരിക്കുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ. ശേഷം കാര്യങ്ങൾ പ്രിയപ്പെട്ടവർ ക്രമീകരിക്കും. ദൈവകൃപ കൂട്ടിരിക്കട്ടെ. ആമേൻ.